അലൈക്കും. ഒന്നാമത്തെ ചോദ്യം, ഞാനൊരു വസ്തു വാങ്ങി 15 വർഷം മുമ്പ് 80,000 രൂപയ്ക്ക്. 10 വർഷം കഴിഞ്ഞ് എനിക്ക് ആ വസ്തു വിൽക്കാൻ ഒരാവശ്യം വന്നു. പക്ഷെ വിറ്റ് പോയില്ല. അന്ന് അതിൻ്റെ വാല്യൂ 3 ലക്ഷമാണ് സെൻറ്റിന്. അപ്പോൾ 6 മാസത്തിനുള്ളിൽ വസ്തു പിന്നെ ഞാൻ ആ തീരുമാനം ഞാൻ ഒഴിവാക്കി. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ എങ്ങനെയാണ് സക്കാത്തിൻ്റെ ഇത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഞാൻ 1 വർഷം ആയില്ല, അതിനു മുമ്പേ 6 മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ആ ഉദ്യമം ഉപേക്ഷിച്ചു. വാല്യൂ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഈ 6 മാസത്തേക്ക് ഞാൻ സക്കാത്തിന് കൊടുക്കേണ്ടതുണ്ടോ? എങ്ങനെയാണ് ചെയ്യേണ്ടത്? ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വബഅദ്. അതായത് ചോദ്യം എല്ലാവർക്കും വ്യക്തമായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഒരാളൊരു വസ്തു വാങ്ങിച്ചു, വിൽക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി വാങ്ങിയതല്ല, വാല്യൂ കൂടി. പിന്നീട് അദ്ദേഹം വിൽക്കാൻ വേണ്ടിയിട്ടൊരു തീരുമാനം എടുത്തു. ഏകദേശം 6 മാസം കഴിഞ്ഞു. ആ തീരുമാനം വീണ്ടും അദ്ദേഹം വിൽക്കണ്ടെന്ന് വിചാരിച്ചു. ഒരു വസ്തു നമ്മളുടെ സക്കാത്ത് കാൽക്കുലേഷൻ വരുമ്പോൾ, നമ്മൾ സക്കാത്ത് കണക്ക് കൂട്ടുന്ന സമയം വരുമ്പോൾ, നമ്മൾ വിൽക്കാൻ വേണ്ടി തീരുമാനിച്ച വസ്തുവാണെങ്കിൽ 1 വർഷം തികയാതെ അതിന് എന്ത് ബാധകമാവുന്നില്ല? സക്കാത്ത് ബാധകമാവുന്നില്ല. അപ്പോൾ ഒരു ഭൂമിക്ക് സക്കാത്ത് ഉണ്ടോ ചോദിച്ചാൽ ഭൂമിക്ക് എന്ന് പറഞ്ഞിട്ട് സക്കാത്തില്ല. പക്ഷെ ഭൂമി കച്ചവട വസ്തു ആണെങ്കിൽ എന്തുണ്ടാവും? സക്കാത്ത് ഉണ്ടാവും. അപ്പോൾ എപ്പോഴാണ് ഒരാൾ വിൽക്കണം അല്ലെങ്കിൽ വിൽക്കാനുള്ള തീരുമാനം എടുക്കുന്നത്, അപ്പോഴാണ് അതിന് എന്ത് ബാധകമാവുന്നത്? സക്കാത്ത് ബാധകമാവുന്നത്. അത് സക്കാത്ത് ബാധകമാകുന്ന ഇനത്തിൽപ്പെട്ട് 1 വർഷം തികയുമ്പോഴാണ് 2.5% ടോട്ടൽ വാല്യൂൻ്റെ 2.5% നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്. 1 വർഷം തികയുന്നതിന് മുന്നേ തീരുമാനം മാറിയാൽ എന്തായി? ഹൗല് ബ്രേക്കായി. ഹൗല് ബ്രേക്കായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി വീണ്ടും അദ്ദേഹം അത് എപ്പോഴാണ് വിൽക്കാൻ തീരുമാനിക്കുമ്പോഴേ അപ്പോഴേ പുതിയ ഹൗല് തുടങ്ങുള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ ഒരാൾ എപ്പോഴും ഹൗല് വരുന്നതിന് മുന്നേ വിൽക്കേണ്ട തീരുമാനം എടുക്കുക. അത് അങ്ങനൊക്കെ മസാല നോക്കുന്ന ആളാണെങ്കിൽ പിന്നെ കൊടുക്കാതിരുന്നാൽ പോലെ. ഇത് കൊടുക്കണ്ട എന്നുള്ള ആൾക്ക് മസാല ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് സത്യസന്ധമായി ആത്മാർത്ഥമായി കൊടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ യഥാർത്ഥത്തിലുള്ള നിയത്ത് എന്താണ്, അതാണ് അവിടെ ബാധകമാവുന്നത്. ഇനി ഇത് കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുന്ന ആൾ, അയാളാണ് കൊടുക്കാതിരുന്നാൽ മതി, അയാൾ മസാല നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു അസംഷൻ അവിടെ വരുന്നില്ല. കൊടുക്കാത്ത ഒരാൾ അയാൾ ഇനിയിപ്പോൾ എങ്ങനെയാലും കൊടുക്കൂല. കൊടുക്കുന്ന ആൾ അയാൾക്ക് ബാധ്യത ആവുന്നത് 1 ഹിജറ വർഷം പൂർത്തിയാകും. അതെ അതെ അവിടെയാണ് രണ്ടാമത്തെ സംഗതി. ഇപ്പം നമ്മളൊരു വസ്തു വാങ്ങിച്ചു, അതിൻ്റെ വാങ്ങിച്ച വിലയാണോ ആ സമയത്തെ വിലയാണോ? അത് വാല്യൂ കൂടുമ്പോഴാണ് നമുക്ക് ഏതാണ് എന്നുള്ള ഡൗട്ട് വരുന്നത്. വാല്യൂ കുറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്. ഒരാൾ 20 ലക്ഷം രൂപയ്ക്ക് ഒരു സ്ഥലം വാങ്ങിച്ചു. അവിടെയാണ് ഇപ്പം കേരളയിലൊക്കെ ഉപേക്ഷിച്ച്, ഒരു ഉദാഹരണം പറയാറുണ്ട്, ഇത് ഫുള്ള് ക്ലാസ് മാത്രമാകുമ്പോൾ എല്ലാവരും ഉറങ്ങിപ്പോകും, അതുകൊണ്ടാണ് തമാശ എടുക്ക് പറയുന്നത്. കേരളയിൻ്റെ ഒരു കുറ്റി കൊണ്ടുവന്നിട്ട് ആ സ്ഥലത്ത് സ്ഥാപിച്ച് വിചാരിക്കുക. ആ സ്ഥലം പിന്നെ ആരെങ്കിലും വാങ്ങുമോ? അവർ അതിൻ്റെ വാല്യൂ കുറേ ഡൗണായി. തമാശ പറഞ്ഞാട്ടോ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാരണത്താൽ കേസ് കൊണ്ടോ മറ്റോ അതിൻ്റെ വാല്യൂ ഡൗൺ ആയാൽ ഇയാൾ വിൽക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ ഉള്ളത്, പക്ഷെ വാല്യൂ കിട്ടുന്നില്ല. എന്ത് ചെയ്യും? ആ സമയത്ത് അതിൻ്റെ വില എത്രയാണോ അതിൻ്റെ സക്കാത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറഞ്ഞാൽ കുറഞ്ഞതും കൂടിയാൽ കൂടിയതും, അതാണ് അതിൻ്റെ നീതിയും. ബറക്കല്ലാഹ്. സക്കാത്ത് കൊടുക്കാനുള്ള ധനം എൻ്റെ വരുള്ളൂ. പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് സക്കാത്ത് ഈ വസ്തു ഇപ്പോൾ വിൽപ്പനച്ചരക്കായിട്ട് ഇരിപ്പുണ്ട്, പക്ഷേ കൊടുക്കാൻ എൻ്റെ കയ്യിൽ കാശില്ല. കാരണം സക്കാത്ത് പോയാൽ വിറ്റ് പോയാൽ എൻ്റെ കയ്യിൽ കാശ് വരുള്ളൂ. പക്ഷേ വസ്തു വിറ്റ് പോകുന്നുമില്ല, 1 വർഷം തികയും ചെയ്തു. വെരി ഗുഡ്. നമ്മളതിൽ മനസ്സിലാക്കേണ്ടത് അറിയോ, ഈ സക്കാത്ത് ഒരാളുടെ സാമ്പത്തിക രംഗത്തെ അച്ചടക്കത്തെ കൂടി നിയന്ത്രിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. അതായത് ഒരാൾ ഒരു വസ്തു അയാൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നു, വിറ്റുപോകാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അത് മാർക്കറ്റ് വിലക്കനുസരിച്ചിട്ട് വിറ്റുപോകാം, പക്ഷെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന വാല്യൂ അതിന് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ അദ്ദേഹം വിൽക്കാതിരിക്കുന്നത്. എനിഹൗ. അപ്പോൾ ഇതിൽ ക്യാഷ് ആ സമയത്ത് ഇല്ലെങ്കിലും 1 വർഷം തികഞ്ഞാൽ അതിന് സക്കാത്ത് എന്താകും? ബാധകം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളെ കയ്യിലൊരു 20 ലക്ഷം രൂപ ഉണ്ട് എന്നിരിക്കും. ഇയാൾ ഈ 20 ലക്ഷം രൂപ വീട്ടിൽ കൊണ്ടുപോയിട്ട് എടുത്തു വെച്ചിട്ട് മൂപ്പരങ്ങനെ ഇരുന്ന മൂപ്പരെന്ത് ചെയ്യേണ്ടി വരും? എല്ലാ വർഷവും അതിൻ്റെ സക്കാത്ത് ബാധകം. കാരണം ഈ 20 lakhs ഇത് മാർക്കറ്റിൽ വരികയും അതുകൊണ്ട് മാർക്കറ്റിൽ എന്ത് ചെയ്യണം? ഒരു റീപ്രൊഡക്ഷൻ നടക്കുകയും ചെയ്യണം. ഒരു പ്രൊഡക്ടിവിറ്റി നടക്കേണ്ട സാധനമാണ്.
ഇതൊരാളെ കയ്യിൽ അവിടെ നിൽക്കുമ്പോൾ അതിന് അയാൾ എന്ത് കൊടുക്കണം? 2.5% ജക്കാത്ത് കൊടുക്കണം. ഈ ജക്കാത്ത് പോകുന്നത് നോൺ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള മേഖലയിലേക്കാണ്. ഇതൊരു സാമ്പത്തിക അത്ഭുതമാണ്, അത് വേറൊരു വിഷയമാണ്. അപ്പോൾ ഇതിൽ ജക്കാത്ത് എന്ത് ചെയ്യണം? ജക്കാത്ത് ബാധകമാകുന്ന ഇനത്തിൽപ്പെടുന്നൊരു വസ്തുവാണെങ്കിൽ ഹൗല് തികഞ്ഞാൽ അതിന് ജക്കാത്ത് എന്താകും? ബാധകവും. അയാളെ കയ്യിൽ പൈസ ഉണ്ടോ, ഇവരെ കയ്യിൽ പൈസ ഇല്ലേ, ഇതൊന്നും അവിടെ പരിഗണന അല്ല. എന്നാൽ ഇത് നൽകാൻ അയാൾ ബാധ്യസ്ഥനാവോ? അത് വിൽക്കപ്പെടുമ്പോഴേ ബാധ്യസ്ഥനാവുള്ളൂ. അല്ലെങ്കിൽ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ എന്താണ്? നൽകണം. ക്യാഷ് ഇല്ലെങ്കിൽ ഒരാൾക്ക് നിന്ന് നിസ്കരിക്കാൻ കഴിയില്ലെങ്കിൽ എങ്ങനെ നിസ്കരിക്കണം? ഇരുന്ന് നിസ്കരിക്കും. ഇവിടെയാണ് ശറഅയിൽ ഏതൊരു കാര്യം പടച്ചോ തക്ലീഫ് ചെയ്തിട്ടുണ്ടെങ്കിലും മഅൽ മഖ്ദിറ, അയാൾക്കത് കഴിയുമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? നിർവഹിക്കണം. കഴിയൂലെങ്കിൽ കഴിയുമ്പോൾ നിർവഹിക്കണം. അതാണ് മനസ്സിലായല്ലോ. അതായത് ഇപ്പോൾ എൻ്റെ കയ്യിൽ ലിക്വിഡിറ്റി ഇപ്പം ഇല്ല, ലിക്വിഡിറ്റി വരുമ്പോൾ ഞാൻ കൊടുക്കണം. പക്ഷെ ബാധ്യത ഞാൻ എഴുതി വെക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വർഷം തികഞ്ഞു, എനിക്ക് ഇത്ര സക്കാത്തുണ്ട് എന്ന് നമ്മളൊരു ബുക്കിൽ എഴുതി വെക്കുക. എല്ലാവർക്കും ഒരു ബുക്ക് വേണം. നമ്മൾ ഇന്ന് ശ്രദ്ധിക്കുക, നമ്മളുടെ ഈ ഇത്തരത്തിലുള്ള കാര്യം, ഒന്ന് പടച്ചവനോടുള്ള ബാധ്യത, രണ്ടാമത്തെ പടപ്പുകളോടുള്ള ബാധ്യത, ഇത് രണ്ടും നമ്മൾ എന്ത് ചെയ്യണം? നിർബന്ധമായി എഴുതി വെക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അൽ വസിയ്യത്തുൽ വാജിബ്, നിർബന്ധമായ വസിയ്യത്തപ്പെട്ട കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ. ഇല്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ ആരും ഇതെന്ത് ചെയ്യില്ല, വീട്ടിൽ ആർക്കും അറിയില്ല അങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. ബറക്കല്ലാഹു ഫീക്. ഒരു ചോദ്യം കൂടെ. ഞാനൊരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ ജീവിക്കുന്നു. ഞാൻ ആർക്കാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഇനി ഒരു സംഘടന അത് സ്വീകരിക്കുന്നുവെങ്കിൽ ആ സംഘടന ഒരു പൂൾ ഓഫ് ബൈത്തുൽ മാൽ ഉണ്ടാവുമല്ലോ, എപ്പോഴത്തേക്കും ഈ സംഘടന ഇത് കൊടുത്ത് തീർത്തിരിക്കണം? ഒരു വർഷം വരെ വെയിറ്റ്, അടുത്ത റമദാൻ വരെ വെയിറ്റ് ചെയ്യണോ, അതോ? ചോദ്യത്തിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഒരു നാട്ടിൽ ഒരു ഭരണകൂടം ഉള്ളപ്പോൾ നമ്മളെവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഭരണാധികാരി നിർബന്ധപൂർവം ഭരണകൂടത്തിന് മാത്രമേ നിങ്ങളുടെ സക്കാത്ത് ഏൽപ്പിക്കാവൂ എന്ന് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഭരണകൂടത്തെയാണ് ഏൽപ്പിക്കേണ്ടത്. ഇല്ലെങ്കിൽ ഭരണാധികാരി നിങ്ങളിൽ നിന്നത് നിർബന്ധിച്ചു വാങ്ങും. ഇനി അങ്ങനെ ഒരു നിയമമില്ല എങ്കിൽ എന്ത് ചെയ്യാം? ഇത് അവകാശിയുടെ കയ്യിലേക്ക് എത്തുക എന്നതാണ് അവിടെ അടിസ്ഥാനം. അവകാശിയായ ആളുടെ കയ്യിലേക്ക് എത്തിയാൽ സക്കാത്ത് എന്തായി? വീടുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് സ്വരൂപിക്കുന്ന സംഘടിതമായ സംവിധാനമാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഈ അടിസ്ഥാനം എന്താ? അവകാശിൻ്റെ കയ്യിലേക്ക് പോകാൻ പാടുള്ളൂ. അവകാശിക്ക് കൊടുത്താലേ വീടുള്ളൂ. ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, സംഘടിതമായ സംവിധാനം, അതിന് അനുവാദമുണ്ടോ, അത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. ഒന്ന്, സക്കാത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്താണ്. ഇബാദത്തുകളിൽ തക്ലീഫ് അനുവദനീയമായ അല്ലെങ്കിൽ തൗക്കീൽ അനുവദനീയമായ, മറ്റൊരാൾക്ക് എനിക്ക് വക്കാലത്ത് കൊടുക്കാൻ അനുവദനീയമായ ഇബാദത്തുകളുണ്ട്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഉദ്ഹിയത്ത് അറക്കാൻ വേണമെങ്കിൽ എന്ത് ചെയ്യുക? എനിക്ക് നേരിട്ട് അറക്കും ചെയ്യുക, വേറൊരാൾ അറക്കാൻ എന്ത് ചെയ്യുക? ഏൽപ്പിക്കുക. എനിക്ക് വേണ്ടി അറക്കാൻ മറ്റൊരാളെ ഏൽപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ച പോലെ. അത് ആർക്കുള്ള അറിവാണ്? അല്ലാഹു റസൂലിനുള്ള അറിവാണ്. പക്ഷെ ആരാ അറക്കുന്നത്? അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു. എന്നതുപോലെ സക്കാത്ത് തൗക്കീൽ അനുവദനീയമായ ഇബാദത്താണ്. ഇത് ഇമാം നവവിയെ പോലെയുള്ള അനവധി ഇമാമിങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഷാഫി മദ്ഹബിൽ പോലും അതിലൊരു ചർച്ച ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് തൗക്കീൽ അനുവദനീയമായ ഇബാദത്താണ്. അങ്ങനെ തൗക്കീൽ അനുവദനീയമായ ഇബാദത്താണെങ്കിൽ എനിക്ക് ഇതെന്ത് ചെയ്യാം? മറ്റൊരാളെ ഏൽപ്പിക്കാം. അപ്പോൾ അവിടെ തന്നെ ഇത് ഞാൻ നേരിട്ട് കൊടുത്താലല്ലേ വീടുള്ളൂ എന്നുള്ള സംശയം കഴിഞ്ഞു. ഇത് അവകാശിയുടെ കയ്യിലേക്ക് എത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തെ സംഗതി, സംഘടിതമായി ഇതിനെ നമ്മൾ ചെയ്യുമ്പോൾ അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നെന്താ വെച്ചാൽ, ഒരു നാട്ടിൽ ഇപ്പോൾ ഓരോരുത്തരും ഒറ്റക്കൊറ്റക്ക് സക്കാത്ത് കൊടുക്കുക. ചിലപ്പോൾ കിട്ടുന്ന ഒരാൾക്ക് തന്നെ ആയിരിക്കും എല്ലാ സക്കാത്തും കിട്ടുന്നത്, കിട്ടാത്ത ആൾക്ക് ഒന്നും കിട്ടുന്നുണ്ടാവില്ല. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഒരാൾ സക്കാത്തിന് അർഹനാകുന്ന പല അവസ്ഥയുണ്ട്. ഒരാൾ കടക്കാരനാണ്. അയാൾ നാട്ടിൽ മൊത്തം പൈസക്കാരുടെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുക, നിങ്ങളടുത്ത് സക്കാത്തുണ്ടോ, നിങ്ങളടുത്ത് സക്കാത്തുണ്ടോ, എനിക്ക് തരും. ഒരു സക്കാത്തിന് അർഹനായൊരു വ്യക്തിയുടെ ഭാഗത്തുനിന്ന് ചിന്തിച്ചു നോക്ക്. എനിക്ക് സക്കാത്തിന് അർഹനാണ്, എൻ്റെ അഭിമാനം മറ്റൊരാളുടെ മുന്നിൽ പണയപ്പെടുത്താതെ എനിക്ക് എൻ്റെ അവകാശം കിട്ടണം. അയാൾക്ക് ഔദാര്യമല്ല വേണ്ട, അയാളുടെ അവകാശം അയാൾക്ക് കിട്ടണം. ഈ അവകാശം അയാൾക്ക് കിട്ടാൻ ഇയാൾ ആരെ സമീപിക്കും? അപ്പോൾ നമ്മൾ പറയും, ഒരു സംഘടിതമായ ഒരു സംവിധാനം ഇല്ലെങ്കിൽ ഇയാൾ ആരെടുത്താ പോവുക?
നമ്മൾ സംഘടിതമായ സംവിധാനമില്ല. പിന്നെ ആ നാട്ടിലുള്ള ഓരോ ധനികൻ്റെയും വീട്ടിൽ ചെന്നിട്ട് ഇയാൾ യാചിക്കേണ്ടി വരില്ലേ? ഇതാണ് നമ്മുടെ നാട്ടിൽ ഒരു കാലത്തൊക്കെ 27,000 രൂപ ഇപ്പോഴും ഉണ്ടാവും. 27,000 രൂപ ആയാലും ഒരുപാട് പാവപ്പെട്ടവർ സക്കാത്തും പൈസ എന്ന് പറഞ്ഞ് പോകുന്ന ഈ സംവിധാനമൊക്കെ വളരെ ആ പാവപ്പെട്ട ദരിദ്രരായ ആളുകളെ കണ്ടെത്തി അവർക്ക് എത്തിച്ചു കൊടുക്കേണ്ടതാണത്. അപ്പോൾ അതിന് ഈ സംഘടിതമായ സംവിധാനം വളരെ അനിവാര്യമാണ്. മാത്രമല്ല അപ്പോഴേ സക്കാത്ത് കൃത്യമായി ആളുകൾക്കിടയിൽ എന്ത് ചെയ്യുള്ളൂ, അതിൻ്റെ വിതരണം സുതാര്യവും ആകുള്ളൂ. അപ്പം സംഘടിതമായ സംവിധാനത്തിൻ്റെ ഒരു പ്രാധാന്യത്തെക്കുറിച്ചിട്ട് കൂടുതൽ പറയണമെന്നുണ്ട് എനിക്ക് തോന്നില്ല. കാരണം അത് പാടില്ല എന്ന് പറഞ്ഞിരുന്ന ആൾക്കാർ വരെ ഇന്നിപ്പോൾ സംഘടിതമായ സംവിധാനത്തിൻ്റെ പോരിശകളൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അവരുടെ ഇടയിൽ നിന്ന് അത് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരിക്കൽ എന്നെ ഒരു ചാനലിൽ നിന്ന് വിളിച്ച് എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ ചാനലും പറയുന്നില്ല ഇതും പറയുന്നില്ല, ആ ചാനലിൽ നിന്ന് വിളിച്ചിട്ട് ആ ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് അറിയാലോ ഇന്നൊരു വിഭാഗം അവർ സംഘടിതമായ സക്കാത്തിനെ വളരെ എതിർത്തിരുന്ന ഒരു അവസ്ഥയിലായിരുന്നു. അവർ മാറിയിട്ട് ഇപ്പോൾ സംഘടിതമായ സക്കാത്ത് സംവിധാനം വളരെ അനിവാര്യമാണ് എന്നതിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ ഉള്ളിൽ നിന്നും അവർക്ക് വലിയ എതിർപ്പുകളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഒരു ചർച്ച ചാനൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ഈ സംഘടിതമായ സക്കാത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിൻ്റെ ശറഈയ വശങ്ങളും നിങ്ങളൊന്ന് വിശദീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതിൽ കയറിയിട്ട് അത് വിശദീകരിച്ചു, അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സമയത്ത് അയാൾ പറഞ്ഞു, ഇവിടെ സംഘടിതമായ സക്കാത്തിനെ ഞങ്ങൾ എതിർക്കാനുണ്ടായ കാരണം മുജാഹിദുകളും അതുപോലെ തന്നെ മറ്റുള്ള പല സംഘടനകളൊക്കെ അത് എടുത്തിട്ട് സംഘടനാ പ്രവർത്തനത്തിനും അവരുടെ മറ്റുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടാണ്. അങ്ങനെ ഇവിടെ ഉള്ളത് എൻ്റെ അറിവിൽ ഇപ്പോൾ നമ്മളൊക്കെ അവിടെ ഇസ്ലാമിക് സെൻ്ററിൽ ഓരോ സക്കാത്ത് സെല്ലിലൊക്കെ എത്രത്തോളം സൂക്ഷ്മത, അതിൻ്റെ നോട്ടീസിന് പോലും ഇത് വെച്ചെടുക്കാറില്ല. അത്രയും സൂക്ഷ്മമായി അതിൻ്റെ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കാറ്. അതായത് നമ്മളുടെ ഒരു ഇതിനും ആ പൈസ നമ്മൾ ടച്ച് ചെയ്യാറില്ല. മാത്രമല്ല നമുക്ക് ചില അപേക്ഷകൾ വരുമ്പോൾ അത് ഡൗട്ട്ഫുൾ ആണെങ്കിൽ ഇദ്ദേഹം ചിലപ്പോൾ സക്കാത്തിന് അവകാശി ആയിരിക്കാം എങ്കിൽ പോലും ഒരു സൂക്ഷ്മത എന്ന അർത്ഥത്തിൽ നമുക്ക് വേറെ ഫണ്ടുണ്ട്, ചാരിറ്റി ഫണ്ടുകൾ. അതിന് കൊടുത്തിട്ട് സക്കാത്ത് നമുക്ക് ഉറപ്പുള്ള ആൾക്കാർക്ക് കൊടുക്കാം എന്ന രൂപത്തിൽ വരെയാണ് നമ്മൾ ഇത്രയും സൂക്ഷ്മത നമ്മൾ പുലർത്തുമ്പോൾ വെറുതെ അവർക്കിപ്പോൾ സംഘടിത ആവണം എന്നുള്ള അർത്ഥത്തിൽ എന്നാലും പിന്നെ എന്ത് ചെയ്യുക, ഞങ്ങൾ അന്ന് എതിർത്തിൻ്റെ ഒരു ന്യായീകരണം കാണണ്ടേ, അത് അവർ ഈ ഇന്ന പ്രവർത്തനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് ഇതാണ് അതിലുള്ള സംഭവം. ഷറയിൽ അതിനെന്തില്ല, തെറ്റില്ല. അത് ഒരു നാട്ടിൽ അനിവാര്യമാണ്. അതിൻ്റെ ഗുണങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ഒരാൾക്ക് അയാളുടെ പേഴ്സ് പോയി നഷ്ടപ്പെട്ടു, ഒരു നാട്ടിൽ വന്നു, തിരിച്ചു പോകാൻ മാർഗ്ഗമില്ല, ഇബ്നു സബീൽ, അയാൾ സക്കാത്തിന് അർഹരാണ്. ആരെടുത്ത് പോകും? ഒരു നാട്ടിലൊരു പൊതു സംവിധാനം ഉണ്ടെങ്കിൽ അവിടെ ചെല്ലാം. അതുകൊണ്ട് നമ്മളുടെ സക്കാത്ത് വിഹിതം കൊടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശരിയാണ്, നമ്മളുടെ വളരെ അറിവിലുള്ള അങ്ങേയറ്റം ആവശ്യക്കാരായ ആൾക്കാരുണ്ടാവും, അവരെ പരിഗണിക്കണം, ശരി തന്നെയാണ്. അതേസമയം നമ്മൾ പൊതു സംവിധാനങ്ങളെയും എന്ത് ചെയ്യണം, പരിഗണിക്കുകയും നിലനിർത്തുകയും വേണം. ഇതിൽ 2 എക്സ്ട്രീംസ് ഉള്ളത്. ഒന്ന്, സംഘടിതമായി സക്കാത്ത് കൊടുത്താൽ വീടുകയില്ല എന്ന് പറയുന്ന ഒരു എക്സ്ട്രീം. രണ്ടാമത്തത്, സംഘടിതമായി കൊടുത്താൽ മാത്രമേ സക്കാത്ത് വീടുള്ളൂ എന്ന് പറയുന്ന എക്സ്ട്രീം. ഈ 2 എക്സ്ട്രീമും അപ്പുറത്താണ്. അതിൽ ഷറഅന്റെ നിയമം എന്ന് പറഞ്ഞാൽ അവകാശിക്ക് ലഭിച്ചാൽ സക്കാത്ത് വീടും. പൊതു സംവിധാനങ്ങൾ മുസ്ലിം സമൂഹത്തിൽ അനിവാര്യമാണ്, അതിനെ നിലനിർത്തുകയും വേണം. അതേസമയത്ത് ചിലപ്പോൾ നമുക്കറിയാം നമ്മളുടെ തൊട്ട അയൽവാസി, അയാൾക്ക് ചിലപ്പോൾ പൊതു സംവിധാനത്തിൽ നിന്ന് എത്താനുള്ള സാധ്യത വളരെ കുറവാണ്, നമ്മൾ ത്രൂയൊക്കെ എത്താൻ സാധ്യതയുള്ളൂ. നമ്മൾ അയാളെ പരിഗണിക്കും വേണം, അതേസമയം പൊതു സംവിധാനത്തിന് നമ്മൾ ഒഴിവാക്കാനും പാടില്ല. ഈ ഒരു ബാലൻസിങ് വളരെ അനിവാര്യമാണ്. പൊതു സംവിധാനങ്ങൾക്ക് നിങ്ങൾ നൽകിയാൽ, എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതിൽ നിന്ന് എത്ര കാലം വരെ അവർക്കിത് വെച്ച് നിൽക്കാം? അതെ, ഒന്ന് നമ്മൾ സ്വരൂപിച്ചാൽ അവകാശികൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് സ്വരൂപിക്കുന്നവർക്കുള്ള ബാധ്യത, അവകാശികൾക്ക് എന്ത് ചെയ്യണം? എത്തിച്ചു കൊടുക്കണം. അവരുടെ മുന്നിൽ അവകാശികൾ ഉണ്ടായിരിക്കെ അത് കൃത്യമായി നൽകാതെ വെച്ചിക്കാൻ പാടില്ല. എന്നാൽ തഖീർ അനുവദിക്കപ്പെടുന്നത് അവകാശിയെ കണ്ടെത്തുന്നത് വരെയുള്ള സമയം അവർക്ക് എന്താണ്? അനുവാദമുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഇപ്പം പല കേസുകളും വരുമ്പോൾ നമുക്ക് എല്ലാം കൂടെ ഒരു കേസ് നമുക്ക് കൊടുക്കാൻ സാധിച്ചോളണമെന്നില്ല. സ്പ്ലിറ്റ് ചെയ്ത് കേസുകൾ പഠിച്ച് നമുക്ക് കഴിയുന്നൊരു രൂപത്തിൽ അതിന് നമ്മൾ കൊടുക്കുക ചെയ്യാം. കാരണം അത്രയും കേസുകളാണ്. നമ്മൾ ഓരോരുത്തരുടെ അവസ്ഥ പഠിച്ചോ കാത്തുരക്ഷിക്കുമാറാട്ടെ. വളരെ പ്രയാസത്തിൽ അനുഭവപ്പെടുന്ന ഒരുപാട് കുടുംബങ്ങൾ. അപ്പം സാധിക്കുന്ന ഓരോ അത്തരം കേസുകൾക്ക് ഏകദേശം നൽകാൻ സാധിക്കുന്നത് നമ്മൾ പാസ്സാക്കും. അപ്പോൾ നമ്മളതിലെന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ, സക്കാത്തുമായി ബന്ധപ്പെട്ട അതിൻ്റെ അപ്ലിക്കേഷൻസ് നമ്മൾക്ക് ഒരാൾ തരുമ്പോൾ നമ്മൾ അതിനെ കാണേണ്ടത്, നമ്മൾ നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്തമായിട്ട് കാണണം. അതായത് അയാളൊരു അപ്ലിക്കേഷൻ തന്നെ നമുക്ക് നോക്കാം, അങ്ങനല്ല.
നമുക്ക് ഈ സക്കാത്ത് നമ്മൾ സ്വരൂപിച്ച് ഇത് അവകാശിക്ക് എത്തിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്തമുണ്ട്. അവിടെ ഒരാൾ വന്നിട്ട് നമുക്കൊരു അപേക്ഷ കൊണ്ടുവന്ന് തരികയാണെങ്കിൽ പോലും അത് പടച്ച റബ്ബ് നമ്മളുടെ അരികിലേക്ക് അങ്ങനെ ഒരു അപേക്ഷ വരാനുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ആ അപേക്ഷ അവിടെ എത്തിയത്. അവിടെ നമ്മൾ അതിനെ എങ്ങനെ പരിഗണിക്കും എന്നുള്ള പടച്ചവൻ്റെ മുന്നിൽ നമ്മൾ ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ നമ്മൾ ആ അപേക്ഷ പരിശോധിക്കണം. അതെവിടെയെങ്കിലും മേശയിലിട്ട് പിന്നെ അയാൾ കുറേ കഴിഞ്ഞ് ചോദിക്കുമ്പോൾ നിങ്ങൾ അപേക്ഷ നീനില്ലേ, ഞാൻ ആ സക്കാസിൽ കൊടുക്കണേ ചേച്ചി, അങ്ങനെ പറയരുത്. ആ അപേക്ഷ ഉത്തരവാദിത്വത്തോടു കൂടി കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം. അത് ചർച്ച ചെയ്യണം. അവകാശിയാണോ അയാൾക്ക് എന്ത് ചെയ്യണം, നമ്മൾ കൊടുക്കണം. അതിൽ ഒരു ഡിലേ, ഏതൊരു ഫണ്ടാണെങ്കിലും ഫണ്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഇത് കൊടുക്കുമ്പോൾ ഒരു അവകാശിനെ കണ്ടെത്താനുള്ള ഒരു ഡിലേ ഉണ്ട്. ആ ഡിലേ ഇസ്ലാം അനുവദിച്ചതാണ്. പക്ഷേ അതിൽ നമ്മൾ ഇപ്പോൾ ഒരു കൊല്ലം ഓരോ കൊല്ലം കഴിയുമ്പോൾ നമ്മളൊരു റിവ്യൂ മീറ്റിംഗ്, അപ്പോൾ നമുക്ക് തോന്നുകയാണ് നമുക്ക് ഒരു ആവറേജ് ഇത്ര പൈസ ബാക്കിയാവുന്നുണ്ട് എല്ലാ കൊല്ലവും, എങ്കിൽ നമ്മളുടെ പരിഗണിക്കുന്ന തുകയിൽ എന്ത് ചെയ്യണം, ഒരു മാറ്റം വരുത്തിയിട്ട് കുറച്ചും കൂടി അവർക്ക് ആശ്വാസം നമുക്ക് കൊടുക്കാൻ പറ്റുമോ, അൽഹംദുലില്ലാ. അല്ലെങ്കിൽ കൂടുതൽ കേസുകൾ പരിഗണിക്കാൻ പറ്റുമോ, അൽഹംദുലില്ലാ. അങ്ങനെയൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റും. എപ്പോഴും നമ്മളതിനെക്കുറിച്ചിട്ട് എന്ത് ചെയ്യണം, റിവ്യൂ മീറ്റിങ്സ്, പഠനം, അങ്ങനത്തെ കാര്യങ്ങൾ ഈ സക്കാത്ത് സംവിധാനത്തിന് അനിവാര്യമാണ്. ഈ ഇസ്ലാഹി സെൻ്ററിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സക്കാത്ത് സെല്ല് സ്വരൂപിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പ്രാവശ്യവും അതിൻ്റെ അർഹതരായ ആളുകൾക്ക് അൽഹംദുലില്ലാ കഴിവിൻ്റെ പരമാവധി കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു സെൻറ്റർ എന്നുള്ള നിലയ്ക്ക് ഇബ്നു സബീലിനെ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് നമുക്കൊരു വിഹിതം മാറ്റിവെക്കുന്നതിൽ തെറ്റുണ്ടോ എന്നുള്ളതാണ്. മറ്റൊരു ചോദ്യം, നമ്മൾ കടം കൊടുത്തു പക്ഷേ തിരിച്ച് കിട്ടും എന്ന് പ്രതീക്ഷയില്ല. തരുമ്പോൾ അയാൾ എന്നാണോ തരുന്നത് അപ്പോൾ അതിൻ്റെ വിഹിതം കൊടുത്താൽ മതിയോ, അതല്ല ഇത് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. കിട്ടാനുള്ളത് തിരിച്ച് കിട്ടുന്നൊരു പ്രതീക്ഷയും ഇല്ല. അപ്പോൾ അത് കിട്ടുന്ന അന്ന് കൊടുത്താൽ മതിയോ, അതല്ല നമ്മളത് എല്ലാ കൊല്ലവും അതിൻ്റെ ഇത് കൊടുക്കേണ്ടതുണ്ടോന്ന്. രണ്ട് ചോദ്യമാണ്. ഒന്ന്, നമ്മൾ ഒരു റിസർവ് ആക്കിയിട്ട് നമ്മളുടെ സക്കാത്ത് സെല്ലിൽ വെക്കുന്ന നമ്മൾ അവകാശം ഉണ്ടായിരിക്കും. ഇപ്പം നമ്മളെ മുന്നിൽ നമുക്ക് കിട്ടിയത് ഒരു ഇത്ര ദിർഹമാണ് അല്ലെങ്കിൽ ഇത്ര രൂപയാണെന്ന് വിചാരിക്കുക. അത് കൊടുക്കാനുള്ള അത്രയും കേസുകൾ നമ്മളെ മുന്നിൽ വന്നു, തീർന്നു, അൽഹംദുലില്ലാ കഴിഞ്ഞ്. ഇനി വരുന്ന അപേക്ഷ നമ്മളവിടെ എടുത്തു വെക്കും. ആ അപേക്ഷ അല്ലെങ്കിൽ നമ്മൾ പറയും നമ്മളവിടെ സക്കാത്ത് വിഹിതം കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇനി വരുന്ന ഫണ്ട് ഇത് കൊടുക്കും. അത് നമ്മൾ അവകാശി ചോദിച്ചു വന്ന് സക്കാത്ത് ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യണം, കൊടുക്കണം. അതാണ് അതിലുള്ള നിയമം. നമ്മൾ സക്കാത്തിൻ്റെ ഫണ്ട് ഉണ്ടായിരിക്കെ നമ്മൾ ആ അവകാശിയെ പരിഗണിക്കണം. നമുക്കൊരു റിസർവ് എന്ന് പറഞ്ഞിട്ട് എടുത്തു വെക്കാൻ പറ്റില്ല. പിന്നെ അത് അവരുടെ ഒരു പ്രവർത്തനത്തിൽ നമുക്കറിയാം. ഇപ്പോൾ ചില അപേക്ഷകൾ അതിൽ തന്നെ നമ്മൾ അപേക്ഷകൾ പരിഗണിക്കുമ്പം ആളുകളുടെ അനിവാര്യതക്കനുസരിച്ചിട്ടാണ് അപേക്ഷ കാറ്റഗറൈസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ചിലപ്പോൾ ഒരു ജീവനായിട്ട് ബന്ധപ്പെട്ട അത്രയും ക്രൂഷ്യലായിട്ടുള്ള കാര്യങ്ങൾ അതിന് നമ്മൾ കൂടുതൽ പരിഗണന കൊടുക്കണം. അതേപോലെ വീട് കാര്യങ്ങൾ ആവശ്യമാണ്. പക്ഷെ നമുക്കറിയാം അധികവും അപേക്ഷ മൊത്തം നമ്മൾ വീട് മാത്രം മാറ്റി വെച്ചാൽ ഇവിടെ ഒരുപാട് പ്രയാസപ്പെടുന്നവർക്ക് അതുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് അത് നമ്മളുടെ ഒരു കാലക്രമേണയുള്ള സക്കാത്തിൻ്റെ സെല്ലിൻ്റെ വളർച്ചയിൽ ഉണ്ടാവുന്നതാണ്. അതിൽ നമ്മൾ പടച്ചോൻ്റെ മുന്നിൽ ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് ചെയ്താൽ സുതാര്യമായി, അതേപോലെ ഏറ്റവും കാര്യക്ഷമമായി ഈ സക്കാത്ത് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കണം എന്ന നീയത്തോടു കൂടി നമ്മൾ പ്രവർത്തിക്കുക. ബാക്കി പടച്ചോൻ്റെ ഇൻഷാ അല്ലാഹ് സഹായം ഉണ്ടാവും. രണ്ടാമത്തെ, കിട്ടാനുള്ള കടം ഒന്ന് കിട്ടുന്ന ഉറപ്പില്ലാത്തതാണെങ്കിൽ അതിന് സക്കാത്ത് ബാധകമല്ല. ഇനി കിട്ടുന്ന ഉറപ്പുള്ളതാണെങ്കിൽ അതിൽ അഭിപ്രായ ഭിന്നതയുണ്ട്. ചില പണ്ഡിതന്മാരൊക്കെ അത് നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ, അതുപോലെ തന്നെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ല, അവരൊക്കെ കിട്ടുന്ന ഉറപ്പുള്ളതാണെങ്കിൽ കൊടുക്കണം എന്ന അഭിപ്രായക്കാരാണ്. എന്നാൽ അതിലുള്ള പ്രബലമായ അഭിപ്രായം ഞാൻ മനസ്സിലാക്കുന്നത് വല്ലാഹു തആല അഅലം, അത് ഞാൻ മനസ്സിലാക്കുന്നത് പറയുമ്പോൾ എൻ്റെ അഭിപ്രായമല്ല, ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ, അതുപോലെ തന്നെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹ, അവരുടെ അഭിപ്രായമാണ്. അതായത് കടം സക്കാത്ത് ഇട്ടൊരു ബന്ധമില്ല. അത് കൊടുക്കാനുള്ളതാണെങ്കിലും കിട്ടാനുള്ളതാണെങ്കിലും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഒരു ഹദീസും കടവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് സക്കാത്തിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് വന്നിട്ടില്ല. ഇനി അതിലെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കിട്ടുന്ന ഉറപ്പുള്ളത് നമ്മൾ കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് അത് സെഗ്രിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരാം. ഇപ്പോൾ ഒരു കമ്പനി, വലിയൊരു കമ്പനിയാണ്, ആ കമ്പനിയിൽ കുറേ കിട്ടാനുള്ള കുറേ കൊടുക്കാനുണ്ട്. ഇതിൽ ഏതൊക്കെ കിട്ടുന്ന ഉറപ്പുള്ളത് കിട്ടുന്ന ഉറപ്പില്ലാത്തതെന്നൊക്കെ സെഗ്രിഗേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു കൊല്ലം അത് കണക്കൂട്ടാൻ തന്നെ അക്കൗണ്ടൻ്റ് ഇരിക്കേണ്ടി വരും. അപ്പോൾ അതൊരു പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. സക്കാത്തിൻ്റെ വിഷയത്തിൽ എപ്പോഴും അതിലൊരു അക്കൗണ്ടൻസി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൃത്യമായ ചാനൽ ഇതിലുണ്ട്, നമുക്ക് ശരിക്കും കണക്കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതൊരു ശരിക്കും കണക്കൂട്ടാൻ പറ്റാത്തൊരു സംഗതിയാണ്. ഇനിയിപ്പോൾ കിട്ടുന്ന ഉറപ്പുള്ള ആളാണ്, അയാൾ കിട്ടുന്ന ഉറപ്പില്ലാത്ത അവസ്ഥയിലേക്ക് പോയാലോ, ഇത് ആപേക്ഷികല്ലേ.
ഇവിടെയാണ് നമ്മളുടെ കയ്യിലേക്ക് വരാത്തത് നമ്മളെ കയ്യിലില്ല. അത് ആരുടെ കയ്യിലാണോ അയാളാണ് അത് ഉപയോഗിക്കുന്നത്. അയാളുടെ കയ്യിൽ അതിന് സക്കാത്ത് ബാധകമാവുന്ന അവസ്ഥയിൽ ആ പണം ഉണ്ടെങ്കിൽ അയാൾ കൊടുക്കണം. ആർക്കാണോ ഒരു ധനം, അതുകൊണ്ടാണ് അസ്സകാത്തു തത്ബഉൽ മാൽ, പൈസ ഇവിടെ ഉള്ളത് അവിടെയാണ് സക്കാത്ത് ബാധകമാവുക. ഞാൻ ഇദ്ദേഹത്തിനൊരു സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ആ പൈസ ഉണ്ടെങ്കിൽ ഇദ്ദേഹമാണ് അത് ഉപയോഗപ്പെടുത്തുന്നത്, അദ്ദേഹത്തിന് എന്ത് ബാധകമാവും? സക്കാത്ത് ബാധകം. സൂക്ഷിക്കാൻ കൊടുത്തതാണെങ്കിൽ എനിക്ക് തന്നെയാണ്. പക്ഷേ തസറുഫ് ഉണ്ടെങ്കിൽ അതിൻ്റെ സക്കാത്ത് അദ്ദേഹത്തിന് ബാധകമാവുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ക്യാഷ് ഇങ്ങനെ ഒരാളിൽ നിന്ന് ഒരാൾക്ക് ഇങ്ങനെ മൂവ് ചെയ്യണമല്ലോ. ഈ മൂവ് ചെയ്യുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയാലും അത് വേറൊരാളുടെ കയ്യിലുണ്ടാവും. ഇപ്പം എനിക്ക് കിട്ടുന്ന ഇനി രണ്ടാമത്തെ ഇതിന് കുറേ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം അതിന് സക്കാത്ത് ബാധക എന്ന് പറഞ്ഞാൽ വരുന്ന പ്രശ്നങ്ങളൊന്നും ഓരോന്നായിട്ട് നമുക്ക് എണ്ണാം. ഒരു പ്രശ്നം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത് കിട്ടുന്ന ഉറപ്പുള്ളതാണ്, അത് കിട്ടുന്ന ഉറപ്പില്ലാത്തതായി മാറാം, അത് ആപേക്ഷികമാണ്. രണ്ടാമത്തെ സംഗതി എന്ന് പറയുന്നത് കിട്ടുന്ന ഉറപ്പുള്ള സ്ഥിതിക്ക് ഞാനും കൊടുക്കണം, ക്യാഷ് അയാളുടെ കയ്യിലുള്ളതുകൊണ്ട് അയാളും കൊടുക്കണം. അപ്പോൾ ഒരേ പൈസക്ക് എന്തായി? രണ്ട് സക്കാത്ത്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനി സുനിയ ഫി സ്വദഖ. നമ്മളൊരു വിഷയം പറയുമ്പോൾ തെളിവ് അത്യാവശ്യം. ഡബിൾ ടാക്സേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമില്ലേ, അക്കൗണ്ടൻസിക്ക് പഠിച്ച ആൾക്കാർക്കറിയാം. ഒരേ ധനത്തിന് രണ്ട് ടാക്സ് ബാധകമില്ല എന്നതുപോലെ ഒരേ ധനത്തിൽ രണ്ട് സക്കാത്ത് ബാധകമാകുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്, വിലക്കിയ കാര്യം. അപ്പം അതിന് അങ്ങനെ ബാധകമാവാൻ പറ്റും. മൂന്നാമത്തത്, എല്ലാ ഇമാമിയങ്ങൾക്കും ഒരുപോലെ അഭിപ്രായമുള്ള കാര്യമാണ്, ഒരാൾക്ക് സമ്പൂർണമായ ഉടമസ്ഥത ഒരു ധനത്തിലുണ്ടാകുമ്പോഴാണ് സക്കാത്ത് ബാധകമാവുക. കടത്തിൽ എനിക്ക് സമ്പൂർണമായ ഉടമസ്ഥത ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തസറുഫ് ഉണ്ടോ? ഞാൻ ഒരാൾക്ക് കടമായി കൊടുത്ത പൈസ എൻ്റെ പണമാണെങ്കിൽ പോലും ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു കഴിഞ്ഞാൽ ആ ക്യാഷ് അദ്ദേഹത്തിൻ്റെതായി മാറി. തിരിച്ചെനിക്ക് അത്രയും തുക തിരിച്ചു തരാനുള്ളൊരു ബാധ്യതയാണ് അദ്ദേഹത്തിനുള്ളത്. ആ പൈസ അദ്ദേഹത്തിൻ്റെ ആണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അനുവാദമില്ലാതെ വീട്ടിൽ പോയിട്ട് ആ പൈസ എടുത്താൽ അതിന് മോഷണം എന്നാ പറയാം. എൻ്റെ പൈസ അല്ലേ ഞാൻ പോയിട്ട് എടുത്തെന്ന് അറിയാൻ പറ്റുമോ? ഇമാം ഇബ്നു ഹസ്ം റഹിമഹുല്ലാഹ് പറഞ്ഞു, അയാളുടെ കൈ മുറിക്കപ്പെടുന്ന സരീഖയാണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഹജ്ജ് നടപ്പാക്കപ്പെടുന്ന സരീഖയാണത്. അപ്പം ഈ തുക ഞാൻ നൽകിയപ്പോൾ ആ പൈസക്ക് സമ്പൂർണമായ ഉടമസ്ഥത അയാൾക്ക് ലഭിച്ചിട്ടുണ്ട്. അയാൾക്ക് വേണമെങ്കിൽ അത് ദാനധർമ്മം ചെയ്യാം, അയാൾക്ക് വേണമെങ്കിൽ അത് ഉദ്ദേശിച്ച വസ്തുക്കൾ വാങ്ങാം, അയാൾക്ക് അത് ആ പൈസ കൊണ്ട് എന്ത് തസറുഫും ചെയ്യാം. എനിക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല, തിരിച്ചെന്നാലല്ലാതെ. അതുകൊണ്ടാണ് അതിലേറ്റവും ശരിയായ അഭിപ്രായം, ആ കടം കൊടുത്ത പൈസ എൻ്റെ കണക്കിലേക്ക് വരുമ്പോഴാണ് എനിക്ക് എന്ത് വരിക? സക്കാത്ത് ബാധകമാവുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാൾ വിചാരിക്കുകയാണ്, ഇപ്പോൾ ചില ആളുകൾ, എങ്കിലും ഞാനൊരു സൂക്ഷ്മത എന്നുള്ള അർത്ഥത്തിൽ ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ജസാക്കല്ലാഹ് ഖൈർ. ഇല്ല, ഈ 5 വർഷം ഞാൻ ഇപ്പം ഈ വാങ്ങിച്ച ആളുണ്ടല്ലോ, ഒരാളെ കയ്യിൽ 10 ലക്ഷം ഞാൻ വേറൊരാളെ കയ്യിൽ നിന്ന് വാങ്ങി, എൻ്റെ കയ്യിൽ അതിന് ഒരു ഹിജ്റ വർഷക്കാലം ഹൗല് തികഞ്ഞാൽ ഞാൻ വേറൊരാളെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസ ഞാൻ സക്കാത്ത് കൊടുക്കണ്ടേ? സക്കാത്ത് കൊടുക്കണം, ഞാൻ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ ഈ 5 വർഷം നിങ്ങൾ കൊടുത്തിട്ടില്ല, നിങ്ങൾ എനിക്ക് തന്ന 5 ലക്ഷത്തിന് ഞാൻ അത് സക്കാത്ത് ബാധകമാകുന്ന അവസ്ഥയിൽ എൻ്റെ കയ്യിലാണെങ്കിൽ ആര് കൊടുക്കുന്നുണ്ട്? ഞാൻ ഈ പൈസക്ക് സക്കാത്ത് ബാധകമാകാത്ത ഒരു അവസ്ഥയ്ക്ക് പോകുന്നില്ല, ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി എൻ്റെ കയ്യിൽ നിന്ന് ഞാനത് എൻ്റെ വീട് പണി നടത്തി, ഇത് കുറേ ആൾക്കാരെ കയ്യിലേക്ക് പോയി, കോൺട്രാക്ടറുടെ കയ്യിൽ പോയിട്ടുണ്ടാവും, പണിക്കാരെ കയ്യിൽ പോയിട്ടുണ്ടാവും. ആ പൈസ ആരെ കൈക്കാണോ പോയത് അതിൻ്റെ കൂടെ അതിൻ്റെ സക്കാത്തും പോയി, അവരെ സക്കാത്ത് കണക്കൂട്ടുമ്പോൾ അതിൽ വരും. ഇതാണ് അതിൻ്റെ വസ്തുത എന്ന് പറയുന്നത്. പ്രമാണവും യോജിച്ചു വരുന്നത് അതാണ്. മാത്രമല്ല, ഒരു അക്കൗണ്ടൻസി പഠിച്ച ആളുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ഒരു പ്രോപ്പർ കാൽക്കുലേഷൻ അതുവഴി കഴിയുള്ളൂ. അല്ലാഹു തആല അഅലം. പിന്നെ ഇസ്ലാമിക് ബാങ്കും കൊമേഴ്ഷ്യൽ ബാങ്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നും പിന്നെ ക്രെഡിറ്റ് കാർഡ് അനുവദനീയമാണെന്നുള്ളതും ഇതിൽ ക്ലാരിറ്റി വരുത്തിയിട്ട് ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സദസ്സിന്ന് ചോദിക്കുകയും ചെയ്യാം. എൻ്റെ പ്രശ്നം എന്താ ഞങ്ങൾക്ക്? നോ പ്രോബ്ലം, ഞാൻ ജസ്റ്റ് പറയാണ്. അതായത് കുറേ ഏരിയകളുണ്ടാവും ആൾക്കാർക്ക് ചോദിക്കാൻ. അപ്പം എനിക്ക് തോന്നുന്നു ഇൻഷാ അല്ലാഹ് പിന്നെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് സക്കാത്തിലേക്ക് വരാം.
ഇതിപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാം. കാരണം എന്താ പറയുക, ഒരു വിഷയം ആരെങ്കിലും ചോദിച്ചാൽ പിന്നെ എല്ലാവരും ക്വസ്റ്റ്യൻ എന്തായിരിക്കും, അതായിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ട് എല്ലാ വിഷയങ്ങളും പരാമർശിക്കുന്ന രൂപത്തിൽ പോകണമെങ്കിൽ നന്നായിരിക്കും. ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് എടുക്കാം. അസ്സലാമു അലൈക്കും. പിന്നെ നമ്മളിപ്പോൾ സക്കാത്ത് ഒരു കൊല്ലം ഇപ്പോൾ മാർച്ച് നമ്മളെ ഡേറ്റ് ആണെങ്കിൽ ഓരോ മാസവും നമ്മളിങ്ങനെ വെച്ച് കൊടുക്കും ഓരോന്നും അതിൻ്റെ അവകാശികൾക്ക്. പല ആവശ്യത്തിനും നമ്മൾ ഓരോ മന്തും ഓരോ എമൗണ്ട് ഇങ്ങനെ കൊടുത്ത് അവസാനം നമ്മൾ എലിജിബിൾ 70,000 ആയെന്ന് വിചാരിച്ചു മാർച്ചിൽ. അപ്പോൾ ഈ 50,000 ഡിഡക്ട് ചെയ്തിട്ട് ബാക്കി 20,000 കൊടുത്താൽ മതിയോ വരുന്നു. പിന്നെ ഒന്നും ഇതിൽ തന്നെ ഇപ്പോൾ സക്കാത്ത് ഇപ്പോൾ നമ്മൾക്ക് മൾട്ടി പ്രോപ്പർട്ടി ഉണ്ടാവും. ഇപ്പോൾ ഇന്ന് സ്വർണ്ണം മേടിച്ചാൽ അതിന് ഒരു കൊല്ലം അപ്പോൾ ഡിഫറെൻറ്റ് ഡേറ്റ് ഉണ്ടാവില്ലേ. അപ്പോൾ ഓരോ ഡേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അതൊരു വിഷമമുള്ള കാര്യം. വെരി ഗുഡ്, നല്ല ക്വസ്റ്റ്യൻസ്, നല്ല 2 ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നെന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് അവകാശികൾ പല സമയത്തും വരുമല്ലോ. ഇപ്പോൾ നമുക്ക് വളരെ അർഹപ്പെട്ടൊരു കേസ് ഉണ്ടായി, നമ്മളെ കണക്ക് നമ്മൾ കൂട്ടിയിട്ടില്ല, പക്ഷേ സഹായിക്കപ്പെടേണ്ട വളരെ അർഹപ്പെട്ട കേസാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നൽകും. ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, നൽകുന്ന സമയത്ത് സക്കാത്തിൻ്റെ നിയ്യത്തോടു കൂടി നൽകുന്നതായിരിക്കണം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ 2 റക്കത്ത് സുബൈൻ്റെ സുന്നത്ത് സ്കരിച്ച്, ഫജർ അതിൻ്റെ സുന്നത്ത് 2 റക്കത്ത് സ്കരിച്ച്, അപ്പോഴാണ് പുറത്ത് ബസ് വന്നെന്നുള്ള ഡ്യൂട്ടിക്കുള്ള ബസ് വന്ന കോൾ വന്ന്, എന്നാൽ പിന്നെ ആ 2 റക്കത്ത് ഫർലായിട്ട് കണക്കാക്കട്ടെ വിചാരിച്ചിട്ട് മൂപ്പർക്ക് പോകാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നീയത്താണ് അമലുകൾ തമ്മിലുള്ള ഡിഫറൻസ്. 2 റക്കത്ത് തന്നെയാണ്, ചിലപ്പോൾ ഓതുന്ന ഒരേ സുഹൃത്തോ, പക്ഷേ വ്യത്യാസം എന്താ, നീയത്താണ്. അപ്പോൾ നമ്മൾ സ്വതക്കയുടെ നീയത്തോടു കൂടി കൊടുത്താൽ സക്കാത്താവില്ല. സക്കാത്തോടു കൂടി കൊടുത്തതാണെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം, സക്കാത്ത് നേരത്തെ കൊടുക്കാനുള്ള അനുവാദമുണ്ട്. 2 പേരെ ആളുകൾ കുറ്റപ്പെടുത്തി. ഒന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഇവരെക്കുറിച്ച് ആൾക്കാരിങ്ങനെ എല്ലാവരും സക്കാത്ത് തന്നു, ഇവർ സക്കാത്ത് തന്നിട്ടില്ല കേട്ടോ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ഈ ഹദീസിൽ വേറെ കുറേ പാടുണ്ട്, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് പെട്ടെന്ന് പറയും. അപ്പോൾ ഒരു 2 ആൾ സക്കാത്ത് തന്നിട്ടില്ല എന്ന് ആൾക്കാർ പറയാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ക്ഷുഭിതനായി. എന്നിട്ട് അവരോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ദീനിനു വേണ്ടി സേവനം ചെയ്തവരെ കുറിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, മോശമായി പറയരുത്. അമ്മ ഖാലിദൻ, ഒന്നാമത് നിങ്ങൾ പറഞ്ഞത് ഖാലിദ് ബിൻ വലീദിനെ കുറിച്ചിട്ടാണ്. ഫഖദ് ഔഖഫ അദ്റുഅഹു ഫീ സബീലില്ലാഹ്, അദ്ദേഹം തൻ്റെ പടയങ്കികളും തൻ്റെ കൈവശമുള്ളതും അള്ളാഹിൻ്റെ മാർഗത്തിലേക്ക് വഖഫ് ചെയ്ത വ്യക്തിയാണ്. അത് പൊതുമാർഗത്തിൽ വഖഫ് ചെയ്തൊരു വ്യക്തിയാണ് അദ്ദേഹം. ആര്? ഖാലിദ് ബിൻ വലീദ്. അദ്ദേഹത്തെയാണ് നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ വഖഫ് ചെയ്യപ്പെട്ട ഇതിന് സക്കാത്ത് ബാധകമാവില്ല. രണ്ടാമത്തെ സംഗതി, അബ്ബാസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ ഈ വർഷത്തെ സക്കാത്ത് അദ്ദേഹം എനിക്ക് കഴിഞ്ഞ വർഷം തന്നെ തന്നിട്ടുണ്ട്. നിങ്ങളിപ്പോൾ അല്ല തന്നെ, അതിന് മുന്നേ എന്നെ കഴിഞ്ഞ വർഷം തന്നെ ആരെ ഏൽപ്പിച്ചിട്ടുണ്ട്, അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് മുൻകൂട്ടി എന്ത് ചെയ്യാം, സക്കാത്ത് കൊടുക്കാം. നിങ്ങൾ എഴുതി വെക്കുക, ലാസ്റ്റ് കണക്ക് കൂട്ടുമ്പോൾ എത്രയാണ് ടോട്ടൽ സക്കാത്ത്, ഇതുവരെ എത്ര കൊടുത്തു ബാക്കി കൊടുത്താൽ മതി. ആർക്കാണോ നൽകുന്നത് അയാൾ അവകാശിയാവണം. രണ്ടാമത്തെ നമ്മൾ കൊടുക്കുന്നത് സക്കാത്തിൻ്റെ നിയത്തോടു കൂടിയായിരിക്കണം. ഇതാണ് നിബന്ധന. രണ്ടാമത്തെ എന്തായിരുന്നു? അതെ. ഇതിൽ ഹൗല്, ഇപ്പം നമ്മളെ കയ്യിലേക്കൊരു ധനം വന്നാൽ അതിൻ്റെ ഹൗല് സ്റ്റാർട്ട് ചെയ്യുക അത് വരുന്നത് മുതലാണല്ലോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ മാസത്തെ സാലറി, കഴിഞ്ഞ മാസത്തെ സാലറി, അതിൻ്റെ മുന്നത്തെ മാസത്തെ സാലറി, ഓരോന്നും നിങ്ങൾ ഓരോ പെട്ടിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ വർഷം കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ ആരും ചെയ്യാറില്ല. ഇവിടെയുള്ള വിഷയം എന്താ വെച്ചാൽ, നമ്മൾ ഈ വരുന്ന കംപ്ലീറ്റ് ഇൻകം ഒരു അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഞാൻ ഇന്നിപ്പം ബക്കാലെ പോയപ്പോൾ അവിടുന്ന് കുട്ടികൾക്ക് മിഠായി വാങ്ങിക്കൊടുത്ത ക്യാഷ് അത് ഈ മാസത്തെ സാലറി എന്നാണ് അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ സാലറി എന്നാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അവിടെ ഈ ധനത്തിൽ ഒരു ഹിജ്റ വർഷക്കാലം നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? കാരണം നിസാബ് കൈവശമുണ്ടെങ്കിൽ കയ്യിലേക്ക് വരുന്ന 10 രൂപക്കും സക്കാത്തുണ്ട്. എൻ്റെ കയ്യിൽ ഓൾറെഡി നിസാബുള്ള വ്യക്തിയാണെങ്കിൽ പിന്നെ എൻ്റെ കയ്യിലേക്ക് വരുന്ന ഒരു 10 റുപ്യാണെങ്കിലും ആ 10 റുപ്യക്കും 2% ബാധകമാവുന്നുണ്ട്. പക്ഷെ അത് ഒരു ഹിജ്റ വർഷക്കാലം തികയുമ്പോൾ എന്ന് പറഞ്ഞാൽ ഈ 10 റുപ്യ ഞാൻ സെപ്പറേറ്റ് വെക്കണ്ടേ, എന്നാലും എനിക്കറിയുള്ളൂ ഇതിൽ 10 ബാക്കിയുണ്ടോ 5 റുപ്യാണോ ബാക്കിയുള്ളൂ. അപ്പോൾ അത് പോസിബിൾ അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഒരു അക്കൗണ്ടിൽ ഈ ക്യാഷ് ഒന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒരു സക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് ഉണ്ടാവും നമുക്ക് പൊതുവിൽ. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിൽ 2 രൂപത്തിലുള്ള തുക ഉണ്ടാവും. ഒന്ന് ഒരു ഹിജ്റ വർഷക്കാലം പൂർത്തിയായതും, ഒന്ന് ഒരു ഹിജ്റ വർഷക്കാലം പൂർത്തിയാകാത്തതും. പൂർത്തിയായതിന് കൊടുക്കൽ നിർബന്ധമാണ്, പൂർത്തിയാകാത്തതിന് കൊടുക്കൽ എന്താണ്, അനുവദനീയവും ആണ്. ഈ നിലക്ക് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഡിലേ വരില്ല.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, എല്ലാ വർഷവും നമുക്കൊരു സക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. ആ സമയത്ത് നമ്മളുടെ കയ്യിലുള്ള ടോട്ടൽ ക്യാഷ്, ടോട്ടൽ കച്ചവട വസ്തുക്കളുടെ അപ്പോഴത്തെ വാല്യൂ, അതേപോലെ നമ്മുടെ അക്കൗണ്ടിൽ മറ്റൊക്കെ ഉള്ളതായ തുകകൾ എത്ര ഉണ്ട് ഇത് കണക്കാക്കുക. നിസാബത്തിന് സ്വർണ്ണോ വെള്ളിയോ അതൊക്കെ ഉണ്ടെങ്കിൽ അതും കണക്കാക്കുക. എന്ത് ചെയ്യുക, സക്കാത്ത് കൊടുക്കുക. പിന്നെ എപ്പോൾ നോക്കിയാൽ മതി, അടുത്ത വർഷം. ഇത്ര എളുപ്പമാണ് സക്കാത്ത് കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ, ഭയങ്കര സിമ്പിളാണ്. ഇത്രേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒരു ഹിജ്റ വർഷക്കാലം തികഞ്ഞുണ്ടാവും, തികയാത്തുണ്ടാവും, ഒക്കെ കറക്റ്റ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഡിലേ എന്ത് ചെയ്യൂല, വരൂല. ഇതാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ ഒരാൾക്ക് ഒരു ബോണസ് കിട്ടി, അല്ലെങ്കിൽ പ്രത്യേക വീട് വിറ്റപ്പോൾ കുറച്ച് ക്യാഷ് കിട്ടി, ആ ക്യാഷ് അദ്ദേഹം സെപ്പറേറ്റ് ആയിട്ട് വെച്ചു, നോ പ്രോബ്ലം. അദ്ദേഹത്തിന് ഒരു ഹിജ്റ വർഷക്കാലം തികയുമ്പോൾ എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വേറൊരു വീട് വാങ്ങി. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കയ്യിലേക്ക് വരുന്ന പൈസ ഇവിടുന്ന് പോവുകയും ചെയ്യും ഓട്ടോമാറ്റിക്കലാണ്. അപ്പോൾ ഒരു ഹിജ്റ വർഷക്കാലം തികയുന്നതിന് മുന്നേ ഇതിൽ കയറിയിട്ട് ഇതിൽ ഇറങ്ങിയാൽ അതിന് സക്കാത്ത് എന്താവില്ല, ബാധകാവില്ല. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ അതിനെ സ്പെഷ്യലി കൺസിഡർ ചെയ്തിട്ട് മാറ്റി വെക്കാം, നിങ്ങളെ ഇഷ്ടമാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. അതാണ് വലൈസ ഫീ മാലിൻ സകാത്തുൻ ഹത്താ യഹൂല അലൈഹിൽ ഹൗൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു ധനത്തിന് ഒരു ഹിജ്റ വർഷക്കാലം ഹൗൽ തികയാതെ എന്ത് ബാധകാവില്ല, സക്കാത്ത് ബാധകാവില്ല. സിമ്പിളല്ല. പിന്നെ കൊമേഴ്ഷ്യൽ ബാങ്കും ഇസ്ലാമിക് ബാങ്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളത് ഒന്ന്, രണ്ടും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. രണ്ടും ഒരേപോലെ അല്ലേ? യഥാർത്ഥത്തിൽ ഈ രണ്ടും ഒരുപോലെയല്ലേ എന്നുള്ള ചോദ്യം ആദ്യം ചോദിച്ചത് ജൂതന്മാരാണ്. ذلك بأنهم قالوا إنما البيع مثل الربا. പലിശ നിഷിദ്ധല്ലേ, ചെയ്യാൻ പാടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്, പലിശയും കച്ചവടമൊക്കെ ഒരേപോലെ അല്ലേ. ഞാനൊരാൾക്ക് അറിയില്ല, ഒരാൾക്ക് 10 ലക്ഷം റുപ്യ കൊടുക്കാമെന്ന് പറയും. ഞാനൊരാൾക്ക് കൊടുത്തിട്ട് പിന്നെ മൂപ്പര് പലിശ വാങ്ങിയിട്ട് വേറെ ക്ലിപ്പുണ്ട് പറഞ്ഞിട്ട് വരും. ഇത് ഭയങ്കര അപകടം. എന്താ ചെയ്യുക, ഒന്നും പറയാൻ വയ്യ. ഒരാൾക്ക് ഒരു 10 ലക്ഷം രൂപ കൊടുത്തു. അയാളോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ 10,50,000 നിങ്ങൾ എനിക്ക് എന്ത് തരണം, തിരിച്ചരണം പറഞ്ഞു. വേറൊരാൾക്ക് 10 ലക്ഷം കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു. കച്ചവടം ചെയ്ത അതിൽ നിന്ന് ലാഭം 50,000 അയാൾ കൊണ്ടുപോയി കൊടുത്തു. രണ്ടിലും എന്താ സംഭവിച്ചത്, 10 ലക്ഷം കൊടുത്തു, 50,000 തിരികെ കിട്ടി. ജൂതന്മാർ പറഞ്ഞു, ذلك بأنهم قالوا إنما البيع مثل الربا. കച്ചവടം പോലെ തന്നെയാണ് എന്ത്, പലിശ. രണ്ടും ഒരേപോലെ തന്നെ. അള്ളാഹു ഒരൊറ്റ മറുപടി കൊടുത്തു, കൂടുതലൊന്നും പറഞ്ഞില്ല. وأحل الله البيع وحرم الربا. പലിശ അള്ളാഹു നിഷിദ്ധമാക്കിയതും കച്ചവട റബ്ബ് അനുവദിച്ചതുമാണ്. അപ്പം നമ്മളിങ്ങനെ ചിന്തിക്കുക, എന്താ ഇതിലുള്ള, അതിന് പിന്നിലുള്ള ശാസ്ത്രം എന്താ? ഒരു അത്ഭുത എളുപ്പത്തിൽ പറഞ്ഞുതരാം. ഈ ഒരു പേനയ്ക്ക് ഒരു 10 ദിർഹം എന്ന് വിചാരിക്കാം. നമ്മൾ ഈ ഒരു പേനയ്ക്ക് 10 ദിർഹം എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ 10 ദിർഹം വരുന്ന ഈ പേന, ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയാം. ലോകത്തുള്ള മൊത്തം ഉൽപ്പന്നങ്ങൾ ഈ പേനയാണെന്ന് വിചാരിക്കാം. വേറൊരു ഉൽപ്പന്നം ഇവിടെ അല്ലേ, നമ്മളൊരു ഉദാഹരണം പറയാം മനസ്സിലാക്കാൻ വേണ്ടി. ഉൽപ്പന്നമായിട്ടൊരു പേനയേ ഉള്ളൂ, കറൻസി ആയിട്ടൊരു 10 ദിർഹമേ ഉള്ളൂ, നാണയമായിട്ട് 10 ദിർഹമേ ഉള്ളൂ. ലോകത്തുള്ള മുഴുവൻ നാണയങ്ങളെയും നമ്മളൊരു 10 ദിർഹം എന്ത് ചെയ്യാണ് എന്ന് നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഈ പേനയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ദിർഹം. ഓക്കെ, ഇതിൽ നമ്മൾ പേന ഒന്നെണ്ണേ ഉള്ളൂ, ഉൽപ്പന്നം ഒന്നെണ്ണേ ഉള്ളൂ. ഈ 10 ദിർഹം, ഒരു 9 ദിർഹമും കൂടി നമ്മൾ അധികം അച്ചടിച്ചിട്ട് ഇവിടെ ടോട്ടൽ 10 ദിർഹമുകളുണ്ട്, പെന്ന ഒന്നെണ്ണേ ഉള്ളൂ. അവിടെ എന്താ സംഭവിക്കുക, നേരത്തെ ഉണ്ടായിരുന്ന 10 ദിർഹമിൽ 1 ദിർഹമിന്റെ വാല്യൂ പിന്നുള്ള 10 ദിർഹമിന് ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ല? മറുപടി പറയാം. ഉൽപ്പന്നം ഒരു പെൻ, നല്ല ശ്രദ്ധിച്ചാൽ തന്നെ കുറച്ച് മനസ്സിലാവുള്ളൂ, അപ്പൊ ശ്രദ്ധിച്ചില്ലെങ്കിൽ തീരെ മനസ്സിലാവുള്ളൂ. ഉൽപ്പന്നം എന്ന് പറയുന്ന ഒരു പേന, ലോകത്തുള്ള മൊത്തം ഉൽപ്പന്നങ്ങളെയും ഒരു പേനയാണ് എന്ന് നമ്മൾ എന്ത് ചെയ്തു, സങ്കല്പിച്ചു.
ഈ പേനക്ക് 10 ദിർഹമാണ് വില. അപ്പോൾ ലോകത്തുള്ള മൊത്തം കറൻസി എന്താണ്? 10 ദിർഹമാണ് നമ്മൾ സങ്കല്പിക്കുക താൽക്കാലികമായിട്ട്. പേന ഒന്നെ ഉള്ളൂ. 10 ദിർഹമിൻ്റെ സ്ഥാനത്ത് നമ്മളൊരു 9 അതേപോലത്തെ നോട്ടും കൂടി അച്ചടിച്ചു. ഇപ്പോൾ ഇവിടെ ടോട്ടൽ എത്ര ദിർഹംസ് ഉണ്ട്? 10 ദിർഹമിൻ്റെ 10 നോട്ടുണ്ട്. പെന്നെന്തേ ഉള്ളൂ? ഒന്നേനുള്ളൂ. അപ്പൊ ഇപ്പോൾ 10 ദിർഹമിൻ്റെ വാല്യൂ എന്തായി? കുറഞ്ഞു. കാരണം ഈ ഉള്ള ദിർഹമിൻ്റെ വാല്യൂ എവിടുന്നാ വന്നത്? നേരത്തെ ഉണ്ടായിരുന്ന 10ന്ന് പുതിയ നോട്ടുകൾ വാല്യൂ എടുക്കുകയാണ്. 1 ദിർഹമിൻ്റെ വാല്യൂ പിന്നെ 10 ഉണ്ടാവുള്ളൂ. ഇതന്നെയല്ലേ നാട്ടിൽ നേരത്തെ 100 കൊടുത്തെടുത്ത് ഇപ്പോൾ 500 കൊടുക്കണം, 500 കൊടുത്തെടുത്ത് 1000 കൊടുക്കണം. 1000 ഇപ്പം ഇല്ല, എന്നാലും അങ്ങനെയുള്ള അവസ്ഥയ്ക്ക് എത്തിയില്ലേ? ഇത് ഞാൻ പറയും. ഉൽപാദനം കുറയുകയും ഇവിടെ പണപ്പെരുപ്പ് വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താവും? വാല്യൂ താഴെ പോകും. പലിശയിൽ എന്താ ഡീല്? കച്ചവടം എന്ന് പറഞ്ഞാൽ ക്യാഷ് വേഴ്സസ് പ്രൊഡക്റ്റ്. പൈസ, അതിന് പകരം എന്താ ഉള്ളത്? ഉൽപ്പന്നം. അതാണ് കച്ചവടം. പലിശ ക്യാഷ് വേഴ്സസ് ക്യാഷ്. പ്രൊഡക്റ്റോടെ. അപ്പൊ ഈ ഉൽപ്പന്നം ഇല്ല എന്ന് പറഞ്ഞാൽ ചെറിയ സംഭവമല്ല. ഒരു ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ അവിടെ അതിന്ന് ഒരു വരുമാനം വരണമെങ്കിൽ അവിടെ ഒരു ഉൽപ്പന്നം നിർബന്ധമാണ് എന്ന് പറയുമ്പോൾ ആ ഉൽപ്പന്നം ഉണ്ടാണെങ്കിൽ എത്ര ആൾക്കാർ ജോലി ചെയ്യണം? അവിടെ എന്തൊക്കെ നടക്കണം സമൂഹത്തിൽ? ദർ ഈസ് എ പ്രൊഡക്ടിവിറ്റി. ഉൽപാദനമുണ്ട്. പലിശയിൽ ഉൽപാദനം അനിവാര്യമല്ല. ഉണ്ടാവാതിരിക്കാം. അതേപോലെ തന്നെ പലിശയിൽ ഇനി ഉൽപാദനം ഉണ്ടായില്ലെങ്കിൽ അത്രയും നല്ലത്. ആരെ സംബന്ധിച്ചിടത്തോളം? ബാങ്കുകാരെ സംബന്ധിച്ചിടത്തോളം. ഒരു ആള് അയാൾക്കൊരു അരി കുത്തി, നെല്ല് കുത്തിയിട്ട് അരിയാക്കിയിട്ട് മാർക്കറ്റിൽ എത്തിക്കുന്ന ഒരു മില്ല് തുടങ്ങാൻ 50 ലക്ഷം രൂപ ആവശ്യമുണ്ട്. നമ്മൾ ഇസ്ലാമിക നിയമങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചാൽ ഇയാൾ വന്നിട്ട് ആൾക്കാരോട് ചോദിക്കാണ്, നിങ്ങൾ കുറച്ച് പൈസ തരുമോ, നമുക്ക് മില്ല് തുടങ്ങാനാണ്, ഇത്ര കിട്ടും മാസം ഇൻഷാ അല്ലാ, അത് നമ്മൾ ഉദ്ദേശിച്ചാൽ ഇത്ര വരുമാനം വരും, അപ്പം നിങ്ങൾക്ക് ഒരു ഇത്ര % പ്രോഫിറ്റ് അതിൽ പ്രതീക്ഷിക്കാം. നഷ്ടമാണെങ്കിലോ നമ്മൾ നഷ്ടം സഹിക്കും വേണ്ടി വരും. ഓക്കെ ശരി, നിങ്ങൾ പോയിക്കോളി, നമുക്ക് ആലോചിക്കാം. ഇയാൾ കുറേ അന്വേഷിച്ച്. അപ്പോൾ ബാങ്കുകളോട് പറയും, ഇപ്പുറത്ത് കുറച്ച് ആൾക്കാർ ബാങ്കുകളോട് പറയാം, നിങ്ങൾ വെറുതെ അയാൾക്ക് കൊടുത്തിട്ട് റിസ്ക് ആക്കണ്ട, പൈസ കൊണ്ട് തന്നോളി, ഞങ്ങൾ നിങ്ങൾക്ക് മാസം ഇത്ര % തരാം, നിങ്ങളൊന്നും അറിയണ്ട, നഷ്ടം അറിയണ്ട, ബിസിനസിനെ കുറിച്ച് അറിയണ്ട, ഇത്ര ഞങ്ങൾ തന്നിരിക്കും, ആ പൈസ ഇവിടെ വെച്ചു. അപ്പം എന്താ നമ്മൾ ചെയ്യാം? ദീനും നിയമങ്ങളും ഇല്ലെങ്കിൽ നമ്മളേതാ ഒപ്റ്റ് ചെയ്യാം? ബാങ്കിൽ കൊടുക്കും. അപ്പൊ ഈ 50 ലക്ഷം അന്വേഷിച്ച് നടക്കുന്ന ആൾ അവസാനം ആരെടുത്ത് പോകണം? ബാങ്കിൻ്റെ അടുത്ത് പോകണം. അവർക്ക് കൊടുക്കാനുള്ളതും ബാക്കിയുള്ളതും ബാങ്ക് നടന്നു പോകാനുള്ളതും ബാങ്ക് ആരോടെ വാങ്ങാം? സിമ്പിളായി ചിന്തിച്ചാൽ ഇയാളെ കയ്യിൽ നിന്ന് വാങ്ങും. സ്വാഭാവികമായിട്ടും ഈ പ്രൊഡക്ടിവിറ്റി നേരിട്ട് ലഭിക്കേണ്ട മഴയെ പിടിച്ചു വെച്ചിട്ട് തുള്ളി നനയായി കൊടുത്ത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള അവസ്ഥ പ്രൊഡക്ടിവിറ്റിനെ ബാധിക്കും. ഉൽപാദനം കുറയും. ഉൽപാദനം കുറയുമ്പോൾ വിലക്കയറ്റം ഉണ്ടാവും, തൊഴിലവസരങ്ങൾ നഷ്ടപ്പെടും. തൊഴിലവസരം നഷ്ടപ്പെട്ടും ചെയ്ത് വില കയറുകയും ചെയ്ത് കുറ്റകൃത്യങ്ങൾ എന്ത് ചെയ്യും? വർദ്ധിക്കും. ഇതാണ് പലിശ എന്താണ് ഒരു സമൂഹത്തിൽ ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ. ഇതിൻ്റെ ഒക്കെ നമ്മൾ അനുഭവിക്കുന്നതാണ്. ഇന്ന് നമ്മളെ നാടൊന്നും എടുത്തു നോക്കിയാൽ മതി. അല്ലാഹു മുസ്തആൻ. ഇവിടെ ഞാൻ പറയുന്നത് വെച്ചാൽ ഇസ്ലാമിക് ബാങ്കിൽ ഒരു കച്ചവടം നടന്നെങ്കിൽ മാത്രമാണ് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഈ പറഞ്ഞ എന്തെങ്കിലും ഒരു ഡീൽ അവിടെ നടക്കുള്ളൂ. അവർക്കൊരു എന്തെങ്കിലും ഒരു വരുമാനം അതിൽ ലഭിക്കണമെങ്കിൽ മറ്റേ ബാങ്കിൽ അത് നിർബന്ധമല്ല, അവിടെ അവർക്ക് ചെയ്യാനും പാടില്ല. ബാങ്കിങ് നിയമം അനുസരിച്ചിട്ട് അവർക്ക് പ്രോപ്പർട്ടീസും മറ്റൊക്കെ വാങ്ങിച്ച് വിൽക്കാൻ അവർക്ക് നിയമമല്ല, അവർക്ക് പലിശ കൊടുക്കാനേ പറ്റുള്ളൂ. അതാണ് അവരെ നിയമം. ഇസ്ലാമിക് ബാങ്ക്സ് പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് കച്ചവടത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇപ്പോൾ ഒരാൾക്ക് ലോണ് വേണം, ഇസ്ലാമിക് ബാങ്ക് ഇവിടെ വന്നോളി പൈസ തരാം, ഞങ്ങൾ ഇത്ര തരാം, നിങ്ങൾ ഇത്ര തരണം എന്നുള്ളൊരു ലോൺ ഇല്ല. നമ്മളെ തെറ്റിദ്ധാരണയാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇസ്ലാമിക് ബാങ്ക് ആവില്ല. അപ്പം അതെന്താ സംഭവിച്ചാൽ നിങ്ങൾക്ക് ബാങ്ക് പോയിട്ട് ഒരു പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് ബേസിസിൽ വാങ്ങിക്കാം. നിങ്ങളൊരു വസ്തു വാങ്ങി, ഇപ്പം ഉദാഹരണത്തിന് ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കാർ വാങ്ങിച്ചു, ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല. മൂപ്പരോട് പറഞ്ഞു, ഞാൻ ക്ലാസ് എടുത്തപ്പോൾ നിങ്ങൾ അവിടെ ഇല്ലായിരുന്നു, നിങ്ങൾക്ക് എന്നെ വിശ്വാസം? മൂപ്പർ പറഞ്ഞു, നിങ്ങളെനിക്ക് വിശ്വാസം. ഓക്കെ, മൂപ്പര് കാർ എനിക്ക് തന്നു, ഞങ്ങൾ കച്ചവടമാക്കി ഒരു വിലക്ക്. ഈ കാർ ഞാൻ പോയിട്ട് ഇദ്ദേഹത്തിന് വിറ്റ് എനിക്ക് ക്യാഷ് കിട്ടി. എന്താ കുഴപ്പം?
ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഞാൻ കൊടുക്കണം, അത്രേ ഉള്ളൂ, ഒരു ഇഷ്യൂ ഇല്ല. അപ്പോൾ ഇസ്ലാമിക് ബാങ്കിൻ്റെ അടുത്ത് പോയിട്ട് അവരുടെ കയ്യിലുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കുന്നു. ഈ പ്രൊഡക്റ്റ് ഒരിക്കലും ബാങ്കിന് തിരിച്ചു വെക്കാൻ പറ്റില്ല. ഒരു തേർഡ് പാർട്ടിക്ക് നിങ്ങൾ റെഡി ക്യാഷിന് സെല്ല് ചെയ്യുമ്പോഴാണ് നമ്മളെ അക്കൗണ്ടിൽ എന്ത് വരുന്നത്, ക്യാഷ് വരുന്നത്. ഇതിനൊരു നിയമമാണുള്ളത്, പ്രോപ്പർ ട്രേഡിങ് നടക്കണം, ശരിക്കുള്ള കച്ചവടം നടക്കണം. അത് നിങ്ങൾക്ക് സ്വന്തം ജീവിതത്തിൽ ചെയ്യാം. ഒരാൾക്ക് ക്യാഷിന് ആവശ്യമുണ്ട്, വേറെ ആളത്ത് ചെന്നപ്പോൾ പറഞ്ഞ് എൻ്റെ അടുത്ത് തരാൻ ക്യാഷൊന്നുമില്ല, വണ്ടി വേണമെങ്കിൽ വിൽക്കാൻ വെച്ചതാണ്, എന്നാൽ വണ്ടി ഞാനൊരു വിലക്ക് എടുത്തോളാം. ഒരു വില പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. അവർ കച്ചവടം മുറിഞ്ഞു, വാങ്ങിച്ച് ഇദ്ദേഹം ആ ക്യാഷ് പിന്നെ കൊടുക്കുള്ളൂ. അവർ നമ്മളെ ധാരണ അങ്ങനെയാണ്. എന്താ കുഴപ്പം, ഇദ്ദേഹം വാഹനം വാങ്ങി, ഇദ്ദേഹം ആ കാറ് പോയിട്ട് വിറ്റ് മൂപ്പർക്ക് ക്യാഷ് ഇട്ടി, മൂപ്പര് ആവശ്യം നിറവേറി, ഇദ്ദേഹത്തിന് കൊടുക്കാനുള്ള മൂപ്പര് പറഞ്ഞ പോലെ മാസം മാസം മൂപ്പര് കൊടുത്ത് വീട്ടും ചെയ്തു. വാട്ട്സ് റോങ്? എന്താ അതിനുള്ള പ്രശ്നം? ഇവിടെ ഒരു ഉൽപ്പന്നം ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോയി, അതിൽ കച്ചവടം നടന്നു, ദർ ഈസ് എ പ്രൊഡക്റ്റ്. അതൊന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാളൊരു കോഴീനെ കണ്ട് പിടിച്ചിട്ട് ഒരൊറ്റ വെട്ട് നല്ല ചിക്കൻ കറി ഉണ്ടാക്കി, ഒരാൾ ബിസ്മില്ലി അറുത്തിട്ട് നല്ല ഉഷാറായിട്ട് കറി ഉണ്ടാക്കി. രണ്ടും ഒരാളാണ് ഉണ്ടാക്കിയത്, ഒരേ ടേസ്റ്റ്, ഒന്ന് ഹലാലാണ്, ഒന്ന് ഹറാമാണ്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിത് ഹലാൽ. ഇനി ഇസ്ലാമിക് ബാങ്ക്സിൽ ചില കാര്യങ്ങളൊക്കെ കൺഫ്യൂഷനുള്ള ചില വിഷയങ്ങൾ ഉണ്ടാവാം. അതുണ്ടെങ്കിൽ ആ വിഷയങ്ങൾ നമ്മൾ പരിഗണിച്ച് ചർച്ച ചെയ്യണം എന്നല്ലാതെ രണ്ടും കണക്ക് നമ്മളെ ആദ്യം തന്നെ രണ്ടും കണക്ക് ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ എവിടുന്ന് ഈ സമൂഹത്തിൽ ഡെവലപ്പ് ചെയ്യും? എത്ര ആളുകൾ രാവും പകലില്ലാതെ അവരുടെ സ്വയം ജീവിതം പോലും മറന്നിട്ട്, നിങ്ങൾ വിചാരിക്കേണ്ട ഇത് ഭയങ്കര ഈസിയുള്ള കാര്യമാണ് സമൂഹത്തിൽ. നമ്മളിപ്പോൾ ഒന്നുകിൽ ഇപ്പോൾ ഇവിടുത്തെ ദാവാ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ വിഷയങ്ങളൊക്കെ പഠിച്ച് ചർച്ച ചെയ്ത് എത്രഞ്ഞൊരാൾ അതിൽ ഇത് ചെയ്താലും അവസാനം എന്താ ബാക്കിയാവുക? അയാൾക്ക് കുറേ ആൾക്കാരെ അയാൾക്ക് ഇതിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, തൃപ്തിപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ പറയാം ആ ശരിയില്ല, ആൾ ശരിയില്ല എന്നേ പറയുള്ളൂ. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ, ഒരുപാട് ലോകത്ത് പണ്ഡിതന്മാർ അവരുടെ സ്വയം ജീവിതം മറന്ന് രാവും പകലും ഇല്ലാതെ ഇരുന്ന് ആലോചിച്ച് കച്ചവട വിഷയങ്ങളെക്കുറിച്ച് പഠിച്ച് അതിൽ കോൺഫറൻസുകൾ നടന്ന് ഒരു സംവിധാനം കെട്ടിപ്പടുത്ത് ലോകത്ത് തന്നെ സമൂഹം അതിനെ സ്വീകരിച്ചിട്ട് നമ്മൾ പറയാം രണ്ടും കണക്ക് തന്നെ. എന്താ അതിൻ്റെ പ്രശ്നം? എന്താ? നമ്മളെ അക്കൗണ്ട് മറ്റേലാണ്. ഇതൊക്കെ വസ്തുത. അപ്പം ഇനി നിങ്ങൾ പറയരുത് രണ്ടും ഒരുപോലെയല്ല. ചില വിഷയങ്ങൾ സംശയമുള്ളതുണ്ടാവാം, ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ടാവാം, നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി. ഇപ്പോൾ കുവൈറ്റിലുള്ള ഒരു ലീഡിങ് ഇസ്ലാമിക് ബാങ്ക്, അവരുടെ വെബ്സൈറ്റിൽ കുറേ വിഷയങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ പഠിപ്പിച്ച കുറേ ഉസ്താദ്മാർ അതിൻ്റെ ശരിയാ ബോർഡിലൊക്കെ ഉണ്ട്. ഞാൻ അവർക്ക് അതിലുള്ള ഓരോ പോയിൻറ്റ്സ് കാര്യങ്ങൾ വെച്ചിട്ട് അവർക്ക് എഴുതിയപ്പോൾ അവർ അൽഹംദുലില്ലാ വെബ്സൈറ്റ് അടക്കം അതിൻ്റെ അതേപോലത്തെ പോളിസി മാനേജർ ഒരു മലയാളിയായ സഹോദരനാണ്. മാഷാ അല്ലാഹ്, അള്ളാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകട്ടെ. അദ്ദേഹം ആ ഒരു പൊസിഷനിലെത്തിയത് സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഭയങ്കര ഇസ്ലാമികമായിട്ട് പഠിച്ചു വന്ന ആളൊന്നല്ല. അദ്ദേഹത്തോട് ഞാൻ ഇന്ന വിഷയങ്ങൾ ഇന്ന കാര്യങ്ങളിൽ ഈ വിഷയം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് ഉൾക്കൊണ്ടു. അദ്ദേഹം അത് ഹയർ ബോഡികളിൽ അത് റെപ്രസെൻ്റ് ചെയ്തു. അൽഹംദുലില്ലാ വെബ്സൈറ്റിൽ മൊത്തം അവരത് ക്ലിയർ ചെയ്തു. തെറ്റാർക്കും സംഭവിക്കുക, നമ്മൾ പറഞ്ഞാൽ അവർ അത് കൺസിഡർ ചെയ്യും. അപ്പോൾ ഇതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അതിൻ്റെ അർത്ഥം ഇസ്ലാമിക് ബാങ്കാണ് എന്നുകൊണ്ട് എല്ലാം ശരിയായിക്കൊള്ളണം എന്നില്ല. പഠിക്കാം, നമുക്ക് ഇന്ന സംശയം തോന്നി അവരോട് എക്സ്പ്ലനേഷൻ ചോദിക്കാം, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ. പക്ഷെ നമ്മൾ പഠിക്കാനും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവരോട് അറിയിക്കണം, ഇതിങ്ങനെയല്ല വേണ്ടത്, ഇതിങ്ങനെയായിരുന്നു, ഒരു മെയിൽ അയക്കണം, അതിൻ്റെ ബാക്കിൽ നമ്മൾ ചെയ്യണം. ഏതൊരു കാര്യത്തിലും അതിന് ഒന്നും സമ്പൂർണ്ണമാവില്ല, എല്ലാത്തിലും ന്യൂനതകളൊക്കെ ഉണ്ടാകാം. പക്ഷേ ഇസ്ലാമിക് ബാങ്ക് കംപ്ലീറ്റ്ലി എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരിക്കലും നോൺ ഇസ്ലാമിക് ബാങ്ക് പ്രവർത്തിക്കുന്ന പോലെയല്ല ഇസ്ലാമിക് ബാങ്ക് പ്രവർത്തിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ പ്രൊഡക്റ്റ് ഓറിയൻറ്റഡ് ആണ്. ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ സാധനം തന്നെ ഇപ്പോൾ പാടില്ല അവർക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇപ്പോൾ പറഞ്ഞ വിഷയത്തിൽ പിന്നെ നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഒരു ഉദാഹരണത്തിനൊരു മൊബൈൽ ഷോപ്പിൽ ഒരു 5000 ദിർഹംസാന്ന് വിചാരിക്കും. അത് പുറത്തുനിന്നൊരാൾ ഞാൻ തന്നെ 5000-ന് വാങ്ങിച്ചിട്ട് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് സെയിൽ ചെയ്തു. അവർക്കറിയാം അത് ഷോപ്പിൽ 5000 ആണ്, ഞാനതൊരു 6000-ന് വിൽക്കുന്നു. സെയിലാണല്ലോ, പ്രോഡക്റ്റ് സെയിൽ ചെയ്തു, മാസം തന്നാൽ മതി. അത് ശരിയാവുമോ? അങ്ങനെ നല്ലൊരു ക്വസ്റ്റ്യൻ. നമ്മൾ കറക്റ്റ് അതിൻ്റെ ഫിഖ്ഹിൽ മനസ്സിലാക്കണം. ഒന്ന്, കച്ചവടം 2 രൂപമുണ്ട് ഫിഖ്ഹിൽ തന്നെ. ഒന്ന് അൽ ബൈഉൽ ഹാൽ. എന്താ ബൈഉൽ ഹാൽ എന്ന് പറഞ്ഞാൽ? പൈസ കൊടുത്ത് പ്രൊഡക്റ്റും വാങ്ങി, അത് ബൈഉൽ ഹാൽ. രണ്ടാമത്തെ അൽ ബൈഉൽ മുഅജ്ജൽ.
മുഅജ്ജൽ എന്നല്ല, മുഅജ്ജൽ എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഹാൽ തന്നെയാണ്. അതുകൊണ്ടാണ് വേറൊരു ഇത് പറഞ്ഞത്. മുഅജ്ജൽ എന്ന് പറഞ്ഞാൽ പിന്നീട് പൈസ കൊടുക്കുന്നത് സാധനം. ഇത് ഫിഖഹിലുള്ളതാണ്, ഇത് ഇന്നുണ്ടായൊരു സംഭവമല്ല. അപ്പോൾ ഒരാൾക്ക് കച്ചവടം നടക്കുന്നതിന് മുന്നേ വില നിർണ്ണയിക്കാനുള്ള സ്വാതന്ത്ര്യം ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പം 5000 റുപ്യ, 6000 റുപ്യ, 7000 റുപ്യ എത്രക്കാ വിൽക്കണമെന്ന് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് തീരുമാനിക്കാം. വാങ്ങിക്കുന്ന ആൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, വാങ്ങിച്ചാൽ, അല്ലെങ്കിൽ അയാളുടെ ഷോപ്പിൽ പോയി വാങ്ങിച്ചോട്ടെ, എന്താ പ്രശ്നം? അപ്പം ഇവിടെ ഞാൻ അദ്ദേഹത്തിന് ഇതേ വസ്തു ക്യാഷ് പിന്നീട് തവണകളായി പേ ചെയ്യാനുള്ള സൗകര്യം ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവിടെ എൻ്റെ വില എത്രയാണ്, എന്താ പ്രശ്നം? അവിടെ ഒരു വിഷയമില്ല. ഇത് കച്ചവടം നടക്കുന്നതിന് മുന്നുള്ള കാര്യമാണ്. നടന്നു കഴിഞ്ഞാൽ പിന്നെ കൂട്ടാൻ പറ്റില്ല. ഇവിടെയാണ് വിഷയം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ബയ്യാനി ബിൽ ഖിയാരി മാ ലം യതഫറഖ. പരസ്പരം വേർപിരിയുന്നതിന് മുന്നേ വിൽക്കുന്ന ആക്കും വാങ്ങിക്കുന്ന ആക്കും തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഇപ്പം എൻ്റെ കയ്യിലുള്ള മൊബൈൽ അല്ലെങ്കിൽ ഒരു വസ്തു ഇത്ര വിലക്ക് എന്ന് പറഞ്ഞു, നമ്മളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ തരില്ല, ഞാൻ പിന്മാറി. അത് ശരി, നിങ്ങൾ ഇത്ര നേരം പറഞ്ഞാണ്ട് ഒന്നും പറയാൻ പറ്റില്ല. അൽ ബയ്യാനി ആണ് ഖിയാറുൽ മജ്ലിസ് എന്ന് പറയും. ഖിയാറുൽ മജ്ലിസ് ശറഅ കൊടുത്തതാണ്, അത് ആർക്കും ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. അതായത് പിരിയുന്നതിന് മുന്നേ രണ്ടാൾക്കും തീരുമാനം എടുക്കുക. വിലയിൽ പറയാം ഇത്ര വിലക്ക് തരും, ഞാൻ നിങ്ങൾക്ക് 5000 തരാമെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നി 5000 തരാൻ കഴിയില്ല, ഞാൻ ഒരു 7000 തരുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താ കേട്ടോ, അയാളെ സാധനമല്ലേ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇത് ഇതിൻ്റെ ഒരു വശം. രണ്ടാമത്തെ വശം, അത് പലിശയല്ല, അത് പലിശയല്ല, അത് കച്ചവടമാണ്. ഇനി ഇസ്ലാമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് ഒരു കച്ചവടം ഉണ്ടായിരുന്നു, ബൈഉസ് സലം. സലം കച്ചവടം ഫിഖ്ഹിൽ എല്ലാവരും പിന്നെ കിതാബോധി പഠിക്കുമ്പം അതിൽ കച്ചവടത്തിൻ്റെ ബുയൂഇൽ ആദ്യം വരുന്നൊരു മസാലയാണ് സലം. ഈ സലം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ പൈസ ആദ്യം കൊടുക്കും, തിരിച്ചിട്ടാണ്. പൈസ ആദ്യം കൊടുക്കും, സാധനം പിന്നെ ലഭിക്കുള്ളൂ. ആണ് മൻ അസ്ലമ ഫൽയുസ്ലിം ഫി കൈലിൻ മഅലൂം ഓസ്നിൻ മഅലൂം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഹദീസ്. അതായത് സലം എന്ന് പറഞ്ഞാൽ പൈസ ആദ്യം കൊടുക്കും. ഇത് എന്തിനായിരുന്നു? കൃഷിക്കാർക്ക് കൃഷി ചെയ്യാൻ കയ്യിൽ എന്തുണ്ടാവില്ല, പൈസ ഉണ്ടാവില്ല. ഇപ്പൊ പൈസ കിട്ടിയാൽ ഇവർക്ക് കൃഷി ചെയ്യാൻ കച്ചവടക്കാരന് എന്താ ഉപയോഗം? അദ്ദേഹത്തിന് വസ്തുക്കൾ വിലക്കുറവിൽ കിട്ടും. സീസൺ ആകുമ്പോഴേക്ക് വിലക്കുറവിൽ ആർക്ക് കിട്ടും? പൈസ കൊടുത്ത് നേരത്തെ കൊടുത്താൽ അയാൾക്ക് വിലക്കുറവിൽ കിട്ടും. അയാൾക്ക് അതേ വിലക്ക് തന്നെയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ പൈസ നേരത്തെ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതെന്ത് ചെയ്തിട്ടുണ്ട്? അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ നേരെ തിരിച്ച് തന്നെയാണ്. നിങ്ങൾ പൈസ പിന്നെ കൊടുക്കുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് സാധനത്തിന് വില കൂടുതൽ കൊടുക്കേണ്ടി വരും, എന്താ കുഴപ്പം? അപ്പോൾ വസ്തുവിൻ്റെ വിലയെ നിർണയിച്ചിട്ടില്ല. അത് കച്ചവടത്തിൽ ഒരു വസ്തുവിൻ്റെ വില അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യരുത്? ചതി, വഞ്ചന, കളവ് പറയാ, ഇല്ലാത്ത പറയാ, ഒന്നും ചെയ്യരുത്. അല്ലെങ്കിൽ ഒരാൾ പറയാം ഇതിപ്പം 5000 റുപ്യക്ക് വിൽക്കണല്ലേ, ഒരാൾക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉണ്ട് വിചാരിക്കുക. ഇപ്പോൾ ഒരാൾക്ക് തോന്നി അദ്ദേഹത്തിൻ്റെ സഹോദരൻ കുറച്ചൊരു പിന്നെ എന്താ പറയുക ബുദ്ധിമുട്ടുള്ള അല്ലെങ്കിൽ ശാരീരികമായി ബുദ്ധിമുട്ടുള്ള ആളാണ്, മൂപ്പർക്ക് ഒരു കച്ചവടം ഉണ്ട്. ഒരാൾ ചെന്നിട്ട് പറയും ഞാൻ നിൻ്റെ സാധനം ഞാൻ വിലക്ക് വാങ്ങാം, ഞാൻ നിനക്ക് ഒരു ഇത്ര പൈസ അധികം തരും, വിലക്ക് വാങ്ങാം. അയാൾ ചോദിച്ചിട്ടില്ല. ഇതെന്താ ഉദ്ദേശിച്ചത്? ഒന്നൊരു സഹായമായി കൊടുത്താൽ അയാൾക്ക് ചിലപ്പോൾ ഒരു മാനസിക വിഷമമുണ്ടാവും. അതിനേക്കാളും നല്ലത് ഇതൊരു വിലക്ക് വാങ്ങാന്ന് പറഞ്ഞിട്ട് കൊടുക്കുമ്പോൾ അയാൾക്ക് അതിനെന്ത് ചെയ്തിട്ടുണ്ടോ? മാർക്കറ്റിൽ ഇത്രയല്ലേ ഉള്ളൂ, എന്താ മൂപ്പര് കൂടുതൽ കൊടുത്തതിന് എന്താ? അപ്പോൾ ഇത് ഇസ്ലാമിൽ കച്ചവടത്തിൽ വില നിയന്ത്രിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഉർവത്തുൽ ബാരിഖ് എന്ന് പറയുന്ന സ്വഹാബി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദ്ദേഹത്തിന് പിന്നെ ഒരു ദിനാറാണ് എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും ഒരു ദിനാറ് കൊടുത്തിട്ട് ഒരാടിനെ വാങ്ങിക്കൊണ്ടിരുന്നു. മൂപ്പരിങ്ങനെ ഒരു ദിനാറ് കൊണ്ടുപോയിട്ട് മാർക്കറ്റ് പോയിട്ട് ബാർഗെയിൻ ചെയ്ത് അവിടുന്ന് 2 ആടിനെ വാങ്ങി. ഒരാട് വാങ്ങേണ്ടി കൊടുത്ത്. ഇതിനാണ് ബൈഉൽ ഫദൂലി എന്ന് പറയുക. ഒരാളെ ഏൽപ്പിച്ച കാര്യത്തിൽ ആ ഏൽപ്പിച്ച ആൾക്ക് ഗുണമുള്ള കാര്യം കണ്ടറിഞ്ഞിട്ട് അയാൾ ചെയ്ത്. ഇപ്പോൾ 2 ആടിനെ വാങ്ങി. വരുന്ന വഴിക്ക് വഴിയിൽ നിന്ന് എന്ത് ചെയ്തു? ഒരാടിനെ മൂപ്പര് 1 ദിനാറിന് വിറ്റ്. തിരിച്ചു വന്നപ്പോൾ ഒരാടുണ്ട്, 1 ദിനാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? അത് ശരി, 1/2 ദിനാറിന് വാങ്ങിയ ആടിനെ ഈ 1 ദിനാറിന് വിറ്റോ? 100% പ്രോഫിറ്റ്. ബാറക്കല്ലാഹു ലക ഫീ സഫഖതി യമീനിക്. നിന്റെ കച്ചവടം ചെയ്യാനുള്ള കഴിവിൽ പടച്ചോൻ ബർക്കത്ത് ചെയ്യട്ടെ. അയാൾ തിരിച്ച് 1 ദിനാറും കൊണ്ടുവന്ന് 1 ആടിനെയും കൊണ്ടുവന്നു. അത് ഓരോരുത്തരുടെ കഴിവാണ്. അപ്പോൾ കച്ചവടം പക്ഷെ ഹലാലായ കച്ചവടമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാറക്കല്ലാഹു ഫീക്കും. ജസാക്കല്ലാഹു. ഈ
ക്രെഡിറ്റ് കാർഡിലെ ആൾക്കാർ പിന്നെ ബാങ്ക് നമുക്ക് ക്യാഷ് തരും ഒരു 12 മാസത്തേക്ക് 10,000 ദിർഹം. അപ്പോൾ നമ്മൾ വീട്ടാൻ കഴിയാതെ മരണപ്പെട്ട് കഴിഞ്ഞാൽ ബാങ്കിന് തിരിച്ചു കൊടുക്കണ്ടെന്ന് ബാങ്കുകാർ തന്നെ പറയുകയാണെങ്കിലോ അത് നമുക്ക് ഇൻഷുറൻസ് പദ്ധതികളുണ്ട് ഇവിടെ, ഞങ്ങൾ അതിൽ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വാങ്ങൽ അനുവദനീയമാണോ? ജസാക്കല്ലാഹ് ഖൈർ. ഒന്ന് ക്രെഡിറ്റ് കാർഡാണ് ഉസ്താദ് ചോദിച്ചത്. ഇസ്ലാമിക് ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചിട്ടാവും, അതുകൊണ്ടാണ് മറ്റേ തെറ്റിദ്ധരിക്കരുത്. 2 ടൈപ്പ് ക്രെഡിറ്റ് കാർഡുണ്ട് ഉസ്താദ് ചോദിച്ചത്. അതെ, ഞാൻ പറയാം. ഇസ്ലാമിക് ബാങ്കിൽ ഏറ്റവും നമുക്ക് സൂക്ഷ്മത ഉള്ള ഏറ്റവും നമുക്ക് അവലംബിക്കാവുന്ന ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് മുഖത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ള ബാലൻസിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ കാർഡാണ് ഏറ്റവും സേഫസ്റ്റ് ഷറഈയായ നിലയ്ക്ക്. അതായത് നമ്മളുള്ള ബാലൻസ് അത് മാത്രമല്ല, അല്ലാത്തൊരു പൈസ ഒരാൾക്ക് കയ്യിലുണ്ട് എന്നുള്ള തോന്നൽ ചിലപ്പോൾ എന്താക്കും, ബാധ്യതകൾ വർദ്ധിപ്പിക്കാൻ സാധ്യത ഉണ്ട്. പക്ഷെ അത് സാധാരണ നിലക്കൊരു ലിമിറ്റഡ് ഇത് വെച്ചിട്ടാണ് കൊടുക്കാറ്. എങ്കിൽ പോലും ഇപ്പോൾ ബാങ്ക്, ഇസ്ലാമിക് ബാങ്കുകളിൽ ചില ബാങ്കുകളൊക്കെ എന്ത് ചെയ്യും, ഒരാൾ മരണപ്പെട്ടാൽ ആ കടബാധ്യത എന്ത് ചെയ്യും, എഴുതിത്തള്ളും. ജസാഉമുല്ലാഹ് ഖൈർ, നല്ല കാര്യം, അവരത് എഴുതി തള്ളി. പല ഇസ്ലാമിക് ബാങ്ക് ചെയ്യാറ്. എന്നാലും പിന്നെ എല്ലാവരും അങ്ങനെ ചെയ്യുമോ? ചെയ്തോളന്നില്ല. ഇസ്ലാമിക് ബാങ്ക് പറയണല്ല, തിരിച്ചടക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അടക്കേണ്ടി വരും. നേരെ വെച്ചിട്ട് ബാങ്ക്സ് അവർ പൊതുവിൽ ഇപ്പം ഇസ്ലാമിക് ബാങ്ക്സ് ഇങ്ങനത്തെ കേസുകൾ വന്നാൽ ഒരു സഹായം, അല്ലെങ്കിൽ ഒരാൾക്ക് തിരിച്ചടക്കാൻ പറ്റാതെ മരണപ്പെട്ടു പോയൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് പലപ്പോഴും അവരെന്ത് ചെയ്യാറുണ്ട്, അത് എഴുതി തള്ളാൻ വേണ്ടിയിട്ട് അവരതിനുള്ള പ്രൊവിഷൻസ് കാണാറുണ്ട്. ചിലപ്പോൾ അവരുടെ ലാഭത്തുനിന്നോ മറ്റോ അങ്ങനെയുള്ള കാര്യങ്ങൾ നീക്കി വെക്കും. അല്ലെങ്കിൽ തക്കാഫുൽ സിസ്റ്റം ഉണ്ട്. ഈ തക്കാഫുൽ സിസ്റ്റം ഉപയോഗിച്ചിട്ട് ഒരു ഇസ്ലാമികമായിട്ടുള്ള സെക്യൂരിറ്റി സിസ്റ്റമാണ് എന്ത്, തക്കാഫുൽ. അത് ഉപയോഗിച്ചിട്ട് അവർ ആ ക്യാഷ് എന്ത് ചെയ്യും, അത് അവർ കവർ ചെയ്ത് പോകും. അങ്ങനെയാണ് അത് നടക്കുന്നത്. ഇനി ഇസ്ലാമിക് ബാങ്ക്സിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കുമ്പോൾ നമ്മൾ ഫീസ്, എല്ലാത്തിനും ഫീസ് കൊടുക്കണം. പക്ഷെ അതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുള്ള, പല പണ്ഡിതന്മാർ എതിർത്തൊരു വിഷയമാണ് ഇപ്പോൾ കാർഡിൻ്റെ വാല്യൂവിനനുസരിച്ചിട്ട് ഫീസ് മാറുക എന്നുള്ള വിഷയം. അതായത് നിങ്ങൾക്ക് ഇത്ര എടുക്കാൻ അനുവാദം ഉണ്ടെങ്കിൽ അതിന് ഇത്ര ഫീസ് കൂടും എന്നുള്ളത് പണ്ഡിതന്മാരെ എതിർത്ത കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് അതിലുള്ള മിനിമം ഫീസ്, അതായത് നോർമൽ ഇതിൽ മിനിമം ഫീസ് ഈടാക്കുന്നതോ അത് അതിൻ്റെ ഫെസിലിറ്റിക്കുള്ള ഫീസ് അത് നിങ്ങൾ എടുത്താലും ഉപയോഗിച്ചാലും കൊടുക്കണം, ഉപയോഗിച്ചില്ലെങ്കിലും അത് കൊടുക്കണം. അത് ഈ ക്യാഷ് തരുന്നതുകൊണ്ട് കൊടുക്കുന്നതെന്നല്ല. നിങ്ങൾ ആ കാർഡ് ഫെസിലിറ്റി എടുത്താൽ നിങ്ങൾ ആ ഫീസ് എന്ത് ചെയ്യണം, കൊടുക്കണം. നിങ്ങൾ ക്യാഷ് അതിൽ നിന്ന് ഉപയോഗിച്ചാലും ഉപയോഗിച്ചില്ലെങ്കിലും. അതാണ്. അതല്ലെങ്കിൽ മുഖത്ത എന്ന് പറയും ഏറ്റവും സേഫസ്റ്റ്. നമുക്കറിയാം ക്രെഡിറ്റ് കാർഡാണ് ചില സ്ഥലത്തൊക്കെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ യാത്ര ഒക്കെ പോകുമ്പോൾ, വാഹനങ്ങൾ റെൻറ്റിനൊക്കെ എടുക്കണമെങ്കിൽ പലപ്പോഴും ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്യാഷ് എടുക്കില്ല, ക്രെഡിറ്റ് കാർഡ് എടുക്കും. അങ്ങനത്തെ ഒക്കെ സാഹചര്യങ്ങൾ, നിർബന്ധിത സാഹചര്യങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ഇസ്ലാമിക് ബാങ്കിൽ നിന്നാണെങ്കിൽ പോലും മുഖത്ത എന്ന് പറഞ്ഞിട്ട് കവേർഡ് ആയിട്ടുള്ള കാർഡുണ്ട്. കവേർഡ് ആയിട്ടുള്ള കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അക്കൗണ്ടിലുള്ള പൈസ ഈ ക്രെഡിറ്റ് കാർഡിലേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് ഉപയോഗിക്കാം. അതാവുമ്പോൾ 2 ഗുണമാണ്. ഒന്ന്, ബാധ്യതകൾ നമുക്ക് വരില്ല. രണ്ടാമത്തെ കാര്യം ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നെ ഇതിലൊരു സംശയത്തിനുള്ളൊരു വകുപ്പ് അതിൽ എവിടെയും വരുന്നില്ല എന്നുള്ളതാണ്. ബാറക്കല്ലാഹു ഫീക്. പിന്നെ ഇസ്ലാമിക് ബാങ്കിൽ പേഴ്സണൽ ലോൺ എടുക്കാൻ പറ്റുമെന്നുള്ളത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇസ്ലാമിക് ബാങ്കുകളിൽ ക്യാഷ് ലോൺസ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അതായത് അവിടെ പോയാൽ നമുക്ക് ഇത്ര പൈസ അതിന് ഇത്ര അടക്കും. ഇതിൻ്റെ പ്രശ്നം എന്താ അറിയോ, അവിടെ ഇരിക്കുന്ന എംപ്ലോയിക്കും ഒഴിവില്ല, അമ്മക്കും ഒഴിവില്ല. പൈസ കിട്ടിയാൽ മതി, മൂപ്പരുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്താൽ മതി. നമുക്ക് എത്രയും പെട്ടെന്ന് ആ ക്യാഷ് നമ്മൾ അക്കൗണ്ട് വന്നാൽ മതി. ഇതിൽ നമ്മൾ ആദ്യം ഒപ്പിടുന്ന പേപ്പർ എന്താ, പ്രോമിസറി നോട്ട്. എന്താ പ്രോമിസ്? ഇസ്ലാമിക് ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ഒരു വസ്തു ഞാൻ ഇത്ര വിലക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു, വാദാണ്. അപ്പോൾ ബാങ്ക് നമ്മളെ എലിജിബിലിറ്റി പരിശോധിക്കും. ഇയാൾ ആളോ ഓക്കെ ആണോ, അയാളുടെ പിന്നെ സ്കോർ എത്ര ഉണ്ട്, പിന്നെ അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ബാങ്കുകളിൽ ഇയാൾക്ക് ബാധ്യതകളുണ്ടോ, ഇതൊക്കെ ഒന്ന് പരിശോധിക്കും. പരിശോധിച്ചിട്ട് അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാങ്കിൻ്റെ കൈവശമുള്ള ഒരു വസ്തു, എന്തെങ്കിലും വിൽക്കാൻ അനുവാദമുള്ളൊരു വസ്തു ഇദ്ദേഹം വാങ്ങിക്കുന്നതാണ് അടുത്ത സൈന്. നിങ്ങളിപ്പോൾ ഇന്നത്തെ കാലത്ത് ഇവിടെ ഇരുന്നിട്ട് മൊബൈലൊരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് വിൽക്കുക, നിങ്ങളെ വീട് വിൽക്കുക. ഒരാൾ നിങ്ങളോട് ചോദിക്കുകയാണ്, എൻ്റെ വീട് ഇത്ര ലക്ഷം റുപ്യക്ക് നീ കൊടുക്കുന്നോ? അപ്പോൾ നിങ്ങളിവിടെ ഇരുന്നിട്ട് പറയാം, ആ ശരി കൊടുക്കാം. മൂപ്പര് പറയണം, എന്നാലും ഞാനത് വാങ്ങിക്കാൻ, നമ്മൾ കച്ചവടാക്കല്ലേ, ഓക്കെ ഞാൻ എനിക്ക് തന്ന് വിറ്റ് ഹലാസ്, വാട്സപ്പിൽ കച്ചവടയില്ലേ.
അപ്പോൾ ഈ ചെയ്യണ പണി എന്താണെന്ന് നമുക്ക് അറിഞ്ഞില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. നമ്മളവിടെ പോയിട്ട് അടുത്ത് സൈൻ ചെയ്ത് കൊടുക്കുക കോൺട്രാക്ട്. ആ കോൺട്രാക്ട് എന്താ? ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ഇന്ന വസ്തു നമ്മൾ വാങ്ങിച്ച്, ഇപ്പം നമ്മൾ ഇരുമ്പാണ് വാങ്ങിയെന്ന് വിചാരിക്കുക. നിങ്ങൾ ഈ ഇരുമ്പ് കൈപ്പറ്റുന്നില്ല, വേറൊരാൾക്ക് വിൽക്കുന്നില്ല, അതിൻ്റെ വെയർ ഹൗസിൻ്റെ റെൻ്റ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ നല്ല ഇതുള്ള അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഇസ്ലാമിക് ബാങ്ക്സ് ആക്ച്വലായിട്ട് പ്രോപ്പർ ട്രേഡിങ് നടക്കാൻ അവർ ശ്രദ്ധിക്കാറുണ്ട്. ഒരു പേപ്പർ ട്രേഡിങ് അല്ല. അപ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ വസ്തു വേറെ ഏതെങ്കിലും രാജ്യത്താവാം, വേറെ ഏതെങ്കിലും സ്ഥലത്താവാം. അവിടുന്ന് ഈ വസ്തു മൂവ് ചെയ്യുന്നുണ്ട്, അതായത് കച്ചവടം നടക്കുമ്പോൾ ഈ വസ്തു അവിടുന്ന് വിനിമയം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളത് കൂടി ഉറപ്പ് വരുത്തുന്ന രൂപത്തിൽ അത്രയും ശ്രദ്ധ അതിൽ ആ ശരിയാ ബോർഡാണ് അതൊക്കെ ചെയ്യേണ്ടത്. പലരും ചെയ്യാറുണ്ട്, എല്ലാവരും ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റില്ല, അള്ളാഹു അല, അത് ഓരും പഠിച്ചോനായിട്ടുള്ള കാര്യമാണ്, ഓരോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. അപ്പം നമ്മൾ ഒരു വസ്തു ഒപ്പിട്ട് നമ്മൾ വാങ്ങി, ഈ വാങ്ങിയ വസ്തുവാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെഡി ക്യാഷിന് എപ്പോഴും ബാങ്കിൻ്റെ കയ്യിൽ നിന്ന് ഈ സാധനം റെഡി ക്യാഷിന് വാങ്ങിക്കാൻ തയ്യാറുള്ള തേർഡ് പാർട്ടി സിസ്റ്റം പോലെ ഉണ്ട്. അവർക്ക് എന്താ ഇതിലുള്ള ഗുണം? റെഡി ക്യാഷ് കൊടുത്തിട്ട് ഇങ്ങനെ വരുന്ന വാങ്ങിക്കുമ്പോൾ മാർക്കറ്റ് റേറ്റിലും കുറച്ച് വിലക്ക് അവർക്ക് എന്ത് കിട്ടും? സാധനം കിട്ടും. അപ്പോഴാണ് അവർ തയ്യാറല്ലെങ്കിൽ അവർക്ക് മാർക്കറ്റിൽ വാങ്ങിയാൽ പോരെ. അപ്പോൾ ബാങ്ക്സ് അവരോട് പറയും, ഇതാ ഇങ്ങനെ ഞങ്ങളടുത്ത് ഒരാൾ വന്നിട്ടുണ്ട്, ഇന്ന സാധനം വാങ്ങിയിട്ടുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ബാങ്ക് അയാളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കും. അവിടെ പണ്ഡിതന്മാർക്ക് ചർച്ചയുള്ള ചില വശങ്ങളൊക്കെ ഉണ്ട്. ബാങ്ക് തന്നെ ഈ കച്ചവടമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യത്തിനും ബാങ്ക് മുൻകൈ എടുക്കുമ്പോൾ അവിടെ ഒരിക്കലും ഈ വസ്തു ബാങ്കിന് തിരിച്ചു വെക്കാൻ കഴിയില്ല, പാടില്ല. അതിനാണ് ബൈഉൽ ഈന എന്ന് പറയുക, ഈനത്ത് കച്ചവടം. ഇതാ തബായഅതും ബിൽ ഈന എന്നൊക്കെ പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി ഹദീസ് ഒന്നില്ലേ, അതായത് അതിനകത്ത് കച്ചവടം എന്ന് പറഞ്ഞാൽ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞു എനിക്ക് കുറച്ച് ക്യാഷിന് ആവശ്യം. അപ്പോൾ പറഞ്ഞാൽ ക്യാഷിന് ആവശ്യമുണ്ട്, ശരിയാണ്, പക്ഷേ എനിക്കതിൽ മെച്ചമൊന്നുമില്ലല്ലോ, അപ്പം പലിശക്കാണെങ്കിൽ തരാനും പറ്റില്ല. ഞാനൊരു കാര്യം ചെയ്യാം, നിങ്ങൾക്ക് എൻ്റെ കാറ് തരാം, പൈസ നിങ്ങൾ പിന്നെ തന്നാൽ മതി. ഞാൻ കാറ് മൂപ്പരെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് വാങ്ങി, പൈസ കൊടുത്തിട്ടില്ല. ഇതേ കാറ് ഇദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് വില കുറച്ച് റെഡി ക്യാഷിന് മൂപ്പരനെ എടുത്ത്, ഇപ്പം കാർ എവിടെ ഉള്ളത്? മൂപ്പര കയ്യിൽ തന്നെ. മനസ്സിലാവുണ്ടോ? ശരിക്കും കാർ എവിടെ ഉണ്ടാവേണ്ടിയേ? എൻ്റെ കയ്യിലല്ലേ. ഇപ്പം സംഭവിച്ചത് എന്താ? കാറ് മൂപ്പര കയ്യിൽ തന്നെ. മൂപ്പര് എനിക്ക് തന്നതൊരു 50,000 ദിർഹംസാണ് റെഡി ക്യാഷിന് കാറ് വാങ്ങിയപ്പോൾ. നേരത്തെ കാറ് വിറ്റത് ഒരു 55,000 ദിർഹംസിനാണ്. അപ്പോൾ 55,000 ദിർഹംസിന് ആദ്യം ഞങ്ങൾ കച്ചവടമാക്കി കാർ ഇങ്ങോട്ട് വാങ്ങി. ഇതേ കാർ 50,000 റെഡി ക്യാഷിന് മൂപ്പരനെ എടുത്ത്. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? 50,000 മൂപ്പര് എനിക്ക് തന്നിട്ട് 55,000 മൂപ്പര് വാങ്ങിച്ചു. ഇതാണ് ബൈഉൽ ഈന. ഇത് ഇസ്ലാമിൽ നിഷിദ്ധാണ്. ഇത് പലിശനെ മറികടക്കാനുള്ള വഴിയാണ്. അതേ സ്ഥാനത്ത് വേറൊരു വ്യക്തിയാണ് എൻ്റെ കയ്യിൽ നിന്ന് 55,000 വാങ്ങിച്ചു വെച്ചാൽ, 55,000 വാങ്ങിച്ചാലും കുഴപ്പമില്ല, 40,000 വാങ്ങിച്ചാലും കുഴപ്പമില്ല, ഇനി വെറുതെ ഞാൻ കൊടുത്താലും കുഴപ്പമില്ല. ക്ലിയർ? അപ്പോൾ ഇത് ഇസ്ലാമിക് ബാങ്കിൽ ഇതിനാണ് തവറഖ് എന്ന് പറയാം. അതിൽ ചില പെർട്ടിക്കുലേഴ്സിലൊക്കെ എന്തുണ്ട്, പണ്ഡിതന്മാർക്ക് ചർച്ച ഉണ്ട്, അങ്ങനെ ആവാമോ അങ്ങനെ ആവാമോ ഒക്കെ ചർച്ച ഉണ്ട്. അത് വേറൊരു വശം. ബാങ്കിൽ നിന്നല്ല നിങ്ങൾ ഇൻസ്റ്റാൾമെൻറ്റിന് സാധനം എടുത്ത് അല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് റീപേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തിനടിസ്ഥാനത്തിൽ നിങ്ങൾ ഈ പേയ്മെൻറ്റ് നടത്തുന്നത്? നിങ്ങൾ ബാങ്കിൽ നിന്ന് ഈ സാധനം വാങ്ങിച്ചപ്പോൾ നിങ്ങൾ പൈസ കൊടുത്തിട്ടില്ലല്ലോ, ആ പൈസയാണ് നിങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾ അക്കൗണ്ടിൽ വന്ന പൈസ ഇത് തേർഡ് പാർട്ടിക്ക് വിറ്റപ്പുള്ള പൈസയാണ്. മനസ്സിലായില്ലേ? ബാങ്കിന് തന്നെ ഞാൻ പൈസ കൊടുക്കുക, കാരണം ഞാൻ അവരോട് പൈസ കൊടുക്കാണ്ടല്ലോ, ഈ സാധനം അവർക്ക് വെറുതെ തന്നല്ലോ, വിറ്റതല്ലേ. വിൽക്കുന്നുണ്ട് ഒരു അല്ല, നമുക്ക് വേണ്ടിയിട്ടല്ല, നമുക്ക് വിറ്റിട്ടുണ്ട്. അത് നമ്മൾ വേറൊരാൾക്കും വിറ്റിട്ടുണ്ട്. ഇത് നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ കോൺട്രാക്റ്റും ഉണ്ട്. ഇത് ഇല്ലാതെ ഒരിക്കലും നടക്കില്ല. ഇനിയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അല്ലെങ്കിൽ നമ്മളൊരു സംരംഭത്തിൽ പിന്നെ അവർ പങ്കാളിയാവണം, അല്ലെങ്കിൽ നമ്മളെ സംരംഭത്തിൽ അവർ ഇൻവെസ്റ്ററായിട്ട് വരണം, അങ്ങനത്തെ ഒക്കെ കേസുകളുണ്ട്. പക്ഷേ അതൊക്കെ നമ്മൾ അത്രയും നമ്മുടെ വിജയവും മറ്റൊക്കെ അവർക്ക് ബോധ്യപ്പെട്ട് പ്രൊജക്റ്റ് അവർക്ക് ബോധ്യപ്പെട്ടാലൊക്കെ അവർ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവർ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ സാധനം നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം, നമുക്ക് തേർഡ് പാർട്ടിക്ക് വിൽക്കാം, അത് വാങ്ങിക്കാൻ ആളും ഉണ്ടാവും, അങ്ങനെയുള്ള സാധനങ്ങൾ അവർ വിൽക്കുള്ളൂ. കാരണം ഇയാൾക്ക് ലിക്വിഡിറ്റിയാണ് ആവശ്യം. പക്ഷേ അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഉൽപ്പന്നം ചലിക്കുന്നുണ്ട്. അപ്പോൾ ഉൽപ്പന്നം ചലിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒന്ന് കച്ചവടമാണ്, അവിടെ ആ സ്വാഭാവികമായിട്ട് ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ ലഭിക്കുന്നുണ്ട്, ഉൽപ്പാദനം ഉണ്ടാകുന്നുണ്ട്,
ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിനോട് നിങ്ങൾ ചേർത്ത് വെച്ച് വായിക്കുക. അസ്സലാമു അലൈക്കും. സാർ, ഞാൻ ബാങ്കിൽ ക്രെഡിറ്റ് ലൈൻസ് വർക്ക് ചെയ്ത ആളാണ്, ADCP ലോക്കൽ കമേഴ്ഷ്യൽ ബാങ്കിൽ. ഇപ്പം ഞാൻ ബാങ്ക് ലോൺ എടുത്തിട്ടില്ല ഇതുവരെ, അൽഹംദുലില്ലാ. ഇപ്പം ഞാനിപ്പം ഫോർ എക്സാമ്പിൾ ഉസ്താദ് ലോണിന് വരുന്നു ഇസ്ലാമിക് ബാങ്കിൽ. ഉസ്താദിനോട് ഞാൻ പറയില്ല എന്നാ വാങ്ങുന്നുള്ളത്, ഒന്നത്. രണ്ടാമത്തത്, നമ്മളൊരു കണ്ടീഷൻ എഴുതും, ഒരു ചാർജസ് ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ പേയ്മെൻറ്റ് അടച്ചിട്ടെങ്കിൽ ചാർജസ് ഉണ്ട്, അത് പലിശയായില്ലേ? ബാറക്കല്ലാഹു ഫീക്ക്. രണ്ട് കൺഫ്യൂഷൻസ് ആണ് ഇതിൽ. ഒന്ന്, ഒരിക്കലും ഒരു ബാങ്ക് നിങ്ങൾ എന്താ വാങ്ങുന്നത് നിങ്ങളോട് പറയാതെ വെക്കില്ല. നിങ്ങൾ നോക്കാതെ ചിലപ്പോൾ നിന്നിട്ടുണ്ടാവും. അത് പറയാതിരിക്കാൻ പാടില്ല. നിങ്ങൾ ഉണ്ട്, ഞാൻ മനസ്സിലാക്കി, ഞാൻ ഇതുവരെ പരിശോധിച്ചെടുത്തോളം എൻ്റെ അനുഭവത്തിൽ ആ കോൺട്രാക്റ്റിൽ നിങ്ങൾ വാങ്ങിക്കുന്ന സാധനം എന്താണെന്നും അതിൻ്റെ വില എന്താണെന്നും മെൻഷൻ ചെയ്യാതില്ല. അങ്ങനെ ഒരു കച്ചവടം ഇസ്ലാമിലില്ല. കാർ ലോണല്ല, വാട്ട് എവർ. ഒന്ന് കോൺട്രാക്റ്റിലും ഉണ്ടാവും. നിങ്ങളൊന്ന് എടുത്തു നോക്കി കോൺട്രാക്റ്റ്. സാധാരണ ഈ ബാങ്കിൻ്റെ കോൺട്രാക്റ്റ് ഇത് വായിച്ച് തീരൂല. അപ്പോൾ കുറേ ഉണ്ടാവും, ചെറിയ അക്ഷരമായിരിക്കും, കാരണം ഇതെല്ലാം കൂടി ഒരു പേജിൽ കൊള്ളിക്കണ്ടേ. അപ്പോൾ അത് മുഴുവനൊന്ന് വായിച്ചു വെക്കുക. അപ്പോൾ നിങ്ങൾ അവിടുന്ന് എടുക്കാതെ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ പോരും. ഏതായാലും ഇത് എനിഹൗ ഒന്ന് എന്താ സാധനം എന്നുള്ള അയാൾ ചോദിച്ചില്ലെങ്കിൽ ഇത് അയാളാണിത് അറിയേണ്ടത്, ഞാൻ എന്താ വാങ്ങണത്. രണ്ടാമത് നമ്മളെ പ്രശ്നം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് പൈസ കിട്ടിയാൽ മതി, മറ്റാൾക്ക് ടാർഗറ്റും തയ്ച്ചാൽ മതി. അതുകൊണ്ട് ആരും ഇത് ഈ കോൺട്രാക്റ്റ് ഒന്നും ആര് സംസാരിക്കണേ, അത് അങ്ങോട്ട് സൈൻ ചെയ്ത് അസ്സലാമു അലൈക്കും, അക്കൗണ്ടിൽ പൈസ ഒന്നും ഇത് അടക്കുന്നത്. ഇതൊരു നമ്മളറിയാം എന്താ വാങ്ങിക്കുന്നത്. ഇതൊക്കെ നമുക്ക് കോൺട്രാക്റ്റ് ഒന്നും നമ്മൾ വായിച്ചു കയ്യിൽ ഉണ്ടാവും. അങ്ങനെ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കൊരു ഇഷ്യൂ ആയിട്ട് നിങ്ങൾക്ക് റൈസ് ചെയ്യാം. അതായത് ശരിയാ ബോർഡിന് ഒരു ഇഷ്യൂ ആയിട്ട് നിങ്ങൾ മെയിൽ ചെയ്യാം. ഇങ്ങനെ എന്താണ് വാങ്ങിക്കുന്ന സാധനം എന്നുള്ളത് പറയില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ, ഞാനൊരു സാധനം വാങ്ങാണ് എന്താ നിങ്ങൾക്ക് അറിയില്ല. കോൺട്രാക്റ്റില്ല, ഹലാസ്. എനിക്ക് വർത്തമാനം പറയാൻ കഴിയാത്ത ആളാണ്, എനിക്ക് കച്ചവടം ചെയ്തൂടെ, എനിക്ക് സംസാരിക്കാനുള്ള ശേഷിയില്ല, എനിക്ക് കച്ചവടം ചെയ്തൂടെ. എന്താ ഇപ്പം ഈ നിങ്ങൾ മുഖതാവിൽ പറയുന്നതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എനിക്ക് കോൺട്രാക്റ്റിലുള്ള അത് ലിഖിതമാണ്, എഴുത്താണ്. അപ്പോൾ അത് അതിലുണ്ട്, ഹലാസ്. അത് വായിക്കൽ നമ്മളെ ബാധ്യതയാണ്. അത് ഞാൻ പറയുന്നത് ആരും വായിക്കുന്നില്ല. അപ്പോൾ അതെന്തായാലും അതിലുണ്ടാവും. രണ്ടാം സംഗതി ലേറ്റ് ഫീ ഇസ്ലാമികമല്ല. പക്ഷെ ഒരു പ്രശ്നം ഫേസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എടുക്കുന്ന ആൾക്കാർ രണ്ട് സ്ഥലത്ത് പോയിട്ട് എടുക്കും. കൊമേഴ്ഷ്യൽ എടുക്കും, ഇതെടുക്കും. അപ്പോൾ അവിടെ ഇങ്ങനെ ഇതിൻ്റെ ബാരിയർ പലിശ ഇവിടെ കൂടൂല. അപ്പോൾ അവിടുത്തെ അടക്കും ഇവിടുത്തെ അടക്കൂല. ഇത് നമ്മൾ വിചാരിക്കുന്നത് ചില്ലറ സംഖ്യൻ്റെ കേസുകളല്ല, മില്യൺസും എടുക്കുന്ന ആൾക്കാരുണ്ട് ബാങ്കുകൾ ത്രൂ. ഈ രൂപത്തിൽ ഒന്ന് ഹലാലായ രൂപത്തിലാണ്, മറ്റൊന്ന് അല്ലാത്ത രൂപത്തിലാണ്. അതിൽ അവരവിടെ അടക്കും, ഇവിടെ അടക്കും. അല്ല നമ്മൾ എടുക്കണ 10,000 ദിർഹംസിൻ്റെയും 12,000 ദിർഹംസിൻ്റെയും വിഷയമല്ല. ഇവിടെ മൾട്ടി മില്യൺസ് ആണ് ഈ രൂപത്തിൽ ഇത് ട്രാൻസാക്ഷൻ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതൊന്നും നിങ്ങൾ ആലോചിച്ച് നോക്കും. അപ്പോൾ ഈ സെൻട്രൽ ബാങ്ക് ചില നാടുകളിലൊക്കെ ബാങ്ക്സിനോട് പറഞ്ഞു ലേറ്റ് ഫീ ഇറ്റ്സ് എ മസ്റ്റ്. അപ്പോൾ ഒന്ന്, അത് നാട്ടിലെ ഗവൺമെൻറ് കമ്പല് ചെയ്യുന്ന ഒരു ശിക്ഷാ നടപടിയാണെങ്കിൽ അതുണ്ടാവും. എനിക്കറിയില്ല ഇവിടുത്തെ ഗവൺമെൻറ് പോളിസി എന്താ, സെൻട്രൽ ബാങ്കിൻ്റെ ഉണ്ടെങ്കിൽ പിന്നെ എന്താ ഇസ്ലാമിക് ബാങ്ക് എന്ത് ചെയ്യുക, എനിക്ക് പറയാൻ പറ്റും, ഞാൻ നടപ്പാക്കില്ല. അപ്പം രണ്ടാമത്തത്, അങ്ങനെ നിങ്ങൾ നടപ്പാക്കിയാൽ ഈ പൈസ എന്ത് ചെയ്യും? അത് പലപ്പോഴും ഇങ്ങനെ ഗവൺമെൻറ് നിർബന്ധിക്കുന്നിടത്ത് അധികവും ബാങ്ക് അത് എടുക്കാറില്ല. ആ ക്യാഷ് പോകുന്ന ഇറ്റ്സ് ഗോയിങ് ഫോർ ദ ചാരിറ്റി. അപ്പോൾ സെൻട്രൽ ബാങ്ക്സ് പല നാടുകളിലും ഇസ്ലാമിക് ബാങ്കിനോട് പറഞ്ഞു ആളുകളുടെ റീപേയ്മെൻറ്റ് എൻഷുർ. കാരണം ഇതിൽ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട് ഈ ബാങ്കിൽ പണം നിക്ഷേപിച്ച നിക്ഷേപകരുണ്ട്. ഇവരുടെ പൈസ പ്രൊട്ടക്റ്റ് ചെയ്യൽ ആരെ ബാധ്യതയാണ്? സെൻട്രൽ ബാങ്കിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ സെൻട്രൽ ബാങ്ക് പറയണം ഇവരിങ്ങനെ കുറേ ആൾക്കാർക്ക് കൊടുക്കാൻ. അപ്പോൾ സെൻട്രൽ ബാങ്ക് അവിടെ ഈ ലേറ്റ് ഫീ നിർബന്ധമാക്കുന്ന സ്ഥലത്ത് എനിക്കായിട്ട് ഞാനത് ചെയ്യൂല എന്നറിയാൻ പറ്റും. അപ്പോൾ അവിടെ എന്ത് ചെയ്യും? അദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ അത് ആ ബാങ്കായിട്ട് തീരുമാനിച്ചായിക്കൊള്ളണം എന്നില്ല. നമ്മളിതൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, അവരൊരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത്. അവിടെ ഇങ്ങനത്തെ കുറേ സ്ട്രഗിൾ ഉണ്ടാവും. അതിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നിയമങ്ങളുണ്ടോ, കാര്യങ്ങൾ നമുക്കത് അറിയാതെ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. അപ്പോൾ
അപ്പോൾ ഈ ലേറ്റ് ഫീ ഗവൺമെൻറ് നിർബന്ധിക്കുന്നതാണെങ്കിൽ അവർക്ക് വേറെ നിർവാഹമല്ല, അത് അവർ ചാരിറ്റിക്ക് കൊടുക്കും. ഗവൺമെൻറ്റും ചെയ്ത് എന്തിനാണ് നടപ്പാക്കുന്നത്? ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ കുറേ ശിക്ഷാ നടപടികളിൽ അവർക്കുള്ള ആളുകളുടെ ഇത് അവർ പഠിക്കും. ഈ അടക്കാത്ത ഇതിൻ്റെയൊക്കെ കുറേ അവസ്ഥകൾ അത് പഠിച്ചിട്ട് ചിലപ്പോൾ അവിടുത്തെ ഗവൺമെൻറ് അതൊരു നിയമമാക്കും. അതിൽ ഇസ്ലാമിക ഉണ്ടാവാം, ചിലപ്പോൾ ഇസ്ലാമികമായിട്ട് യോജിക്കാത്തത് ഉണ്ടാവാം. അത് പിന്നീട് ചർച്ച ചെയ്ത് അവർ മാറ്റിയേക്കാം, അള്ളാഹു ആലം. പക്ഷെ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ലേറ്റ് ഫീ സാധാരണ നിലക്ക് നമുക്ക് ലേറ്റ് ഫീ എന്തല്ല, അനുവദനീയം അല്ല. എന്നാൽ ഗവൺമെൻറ്, നമ്മളുടെ സെൻട്രൽ ബാങ്ക്, അതിൻ്റെ റെഗുലേറ്ററി ബോർഡ് നമ്മളെ മേലെ അത് നിർബന്ധമാക്കി കഴിഞ്ഞാൽ നമുക്ക് വേറെ നിർവാഹം ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ആ ബാങ്ക് മൊത്തം ആറാമാവില്ല. കാരണം അത് ആ ബാങ്കിൻ്റെ കയ്യിലുള്ള കാര്യമല്ല. ലാ യുക്കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ. അതിനെന്താ തെറ്റ്? അതായത് അത് തക്കാഫുലാണ്. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്ലാമിക് ബാങ്കാണ്. ഞാൻ ലോൺ എടുക്കാൻ ചെന്നപ്പോൾ എൻ്റെ സാലറി എത്രയെന്ന് ചോദിച്ചു. ഉദാഹരണം പറയാം ഞാൻ. അത് ശരി, ഇസ്ലാമിക് ബാങ്ക് നാട്ടുകാർക്ക് മൊത്തം പൈസ കൊടുക്കാൻ ഇരിക്കുന്ന സ്ഥലം. നമുക്ക് ഇസ്ലാമിൽ കുറേ സെക്യൂരിറ്റി കോൺട്രാക്ട്സ് ഉണ്ട്, ഉഖൂദ്, തൗസീഖാത്ത്. അതായത് കൊളാട്രൽ ചോദിക്കാം നിങ്ങൾക്ക്, നിങ്ങളെ കയ്യിൽ നിന്ന്. അതിനാണ് റഹ്ൻ എന്ന് പറയുക ഫിഖ്ഹിൽ. അതായത് പണയം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ സ്വർണ്ണ പണയമൊക്കെ പോകുന്ന പണയമല്ല കേട്ടോ. സെക്യൂരിറ്റി വാങ്ങാം നിങ്ങളെ കയ്യിൽ നിന്ന്. നിങ്ങൾ ഇവിടെ ബാങ്ക് ലോൺ തരണേനല്ല, ബാങ്കിൻ്റെ കയ്യിൽ നിങ്ങളൊരു സാധനം വാങ്ങിയില്ലേ, അതിൻ്റെ പൈസ ബാങ്കിന് കൊടുക്കല്ലേ, ആ പൈസക്ക് ബാങ്ക് ഒരു സെക്യൂരിറ്റി നിങ്ങളെ കയ്യിൽ വാങ്ങി വെക്കുകയാണ്. വാങ്ങാം, അതിനെന്താ തെറ്റ്? അത് ഇസ്ലാമിലുള്ളൊരു നിയമമാണ്. തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വദിറുഹു മർഹൂന ഔ ദിറുഹു മർഹൂന ഇൻദ യഹൂദിയിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പടയങ്കി ഒരു ജൂതൻ്റെ കയ്യിൽ സെക്യൂരിറ്റി വെച്ചതായിരുന്നു. സെക്യൂരിറ്റി വാങ്ങിക്കാം. അയാൾക്ക് ഇത് തിരിച്ചടക്കാനുള്ള കഴിവുണ്ടെന്ന് പരിശോധിക്കാം. എൻ്റെ ബാധ്യതയാണ്, കാരണം ഈ ബാങ്കിൽ എനിക്ക് ഒരുപാട് അമാനത്തുണ്ട്, ആൾക്കാരെ പൈസ ആണ്. അപ്പം എനിക്ക് ആ അമാനത്ത് എന്ത് ചെയ്യണം? അങ്ങനെ ഉഖൂദ് തൗസീഖാത്ത്. അതിൽ ഈ തുക നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള തക്കാഫുൽ സിസ്റ്റം ഇംപ്ലിമെൻ്റ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞ് സ്പെസിഫിക് പോയിന്റ് എന്നുള്ള പഠിക്കണം. ഞാൻ പറയുന്നത് വെച്ചാൽ ഇതിൽ കുറേ ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മളൊരു പുറത്തുനിന്ന് കണ്ടിട്ട് പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അത് നമ്മൾ ആ തലങ്ങൾ പഠിക്കണം. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം എൻ്റെ പല കമ്പനികളും കൺസൾട്ടൻസിക്ക് വരാറുണ്ട്. അൽഹംദുലില്ലാ. ഇപ്പം നമ്മൾ പല കാര്യം, ഇപ്പം നമ്മളെ നാട്ടിലൊരു കമ്പനീൻ്റെ ഓണർക്ക് കമ്പനിക്ക് വേണമെങ്കിൽ ലോൺ കൊടുക്കാം. പക്ഷേ അല്ലാത്ത നിലക്ക് ഇയാളുടെ അടുത്ത് നിന്ന് ക്യാഷ് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഇയാൾ ആ കമ്പനിയിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ പുറത്തുനിന്ന് ഒരാളെടുത്ത് നിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇൻവെസ്റ്റ്മെൻറ്റ് പറഞ്ഞിട്ട് നാട്ടുകാരുടെ അടുത്ത് നിന്ന് എനിക്ക് 10, 5 പറഞ്ഞിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും വെച്ചാൽ, ചിലപ്പോൾ ഇദ്ദേഹം അത് കടന്നുള്ള നിലക്ക്, പേഴ്സണൽ കടന്നുള്ള നിലക്ക് അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുണ്ടാവും. ഇദ്ദേഹം അത് കമ്പനിയിൽ എന്ത് ചെയ്യും? കമ്പനിക്ക് ലോൺ എന്ന് പറഞ്ഞിട്ട് എഴുതും. അപ്പോൾ ഈ എഴുതുമ്പം നിയമപരമായിട്ട് അതിന് ഇത്ര ഇൻട്രസ്റ്റ് എന്നുള്ള രൂപത്തിലാണ് എഴുതാൻ പറ്റുള്ളൂ കോൺട്രാക്റ്റിൽ. എന്ത് ചെയ്യും? പക്ഷെ നമ്മളപ്പോൾ അവിടെ നമ്മൾ ശറഈ നിയമപരമായ ആവശ്യങ്ങൾക്ക് എഴുതിയ നിയമങ്ങളിൽ ശറഈനോട് യോജിക്കാത്ത നിയമങ്ങൾ നമ്മൾ നടപ്പിൽ വരുത്താൻ പാടില്ല. അതായത് ഇതിനൊരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടല്ലോ, ഒരു റിസൾട്ട്, അത് നമ്മൾ അവിടെ പിന്നെ പലിശ ഈടാക്കാൻ പാടില്ല. അങ്ങനത്തെ നിയമങ്ങൾ നമ്മൾ അവർക്ക് പാരലായിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. ഇപ്പോൾ ചില കമ്പനി ഇപ്പോൾ നമ്മളെടുത്ത് ഇതിന് ഇതിന് വരുമ്പം ഇസ്ലാമിക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിക്കുന്ന കമ്പനീസൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ സ്വീകരിക്കുമ്പോൾ NBFCs ഉണ്ട് വർക്ക് ചെയ്യുന്നത്. ഈ NBFCsന് അവർക്ക് ആൾക്കാരെടുത്ത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാനേ പറ്റുള്ളൂ, കടപ്പത്രങ്ങൾ. അല്ലാതെ ആൾക്കാരെടുത്ത് നിന്ന് നിങ്ങളൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇതിലിട്ടോളി, ഞങ്ങൾ ഇത് കുറേ പോയിട്ട് വേറെ കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ ലാഭം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടൊരു നിയമമല്ല. അപ്പോൾ NBFCs എന്താ ചെയ്യുക? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നാളെ ഒരു ബാങ്കിങ് ലൈസൻസ് കിട്ടണമെങ്കിൽ ഇവിടെ ഒരു NBFC വേണം. അല്ല നാളെ കണ്ട് നമ്മൾ ഓടിപ്പോയിട്ട് നമ്മൾ ഇസ്ലാമിക് ബാങ്കിൻ്റെ നിയമം വന്നെന്ന് വിചാരിക്കാം. ഇസ്ലാമിക് ബാങ്ക് നമുക്ക് തരാനൊരു നിയമം വന്നു നാട്ടിൽ, നമ്മൾ ഓടിച്ചെന്നാണ്ട് ഇസ്ലാമിക് ബാങ്ക് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞാൽ ലൈസൻസ് തരുമോ? ഇല്ല. നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള എക്സ്പീരിയൻസും അതിനനുസരിച്ചുള്ള ഇതും നിങ്ങൾക്ക് NBFCs വേണം. അങ്ങനെ വരുമ്പോൾ ഈ NBFCsന് വർക്ക് ചെയ്യണമെങ്കിൽ അതിലെന്ത് വേണം? അതിൽ ഈ NBFCsന് അവർക്ക് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാം. അപ്പോൾ ശരി, നിങ്ങൾ ഇന്ന കമ്പനീൻ്റെ കൺസൾട്ടൻ്റ് നിങ്ങളല്ലേ? ഞാനാണ്.
എന്നിട്ട് ഓര് നമുക്ക് തന്ന കോൺട്രാക്റ്റിൽ ഡിബഞ്ചർ എന്നാണല്ലോ അറിയുന്നത്. അതിനാണ് നമ്മൾ പൊതുവായിട്ട് ഈ കമ്പനിയുടെ പേര് എനിക്ക് മെൻഷൻ ചെയ്യാൻ പറ്റില്ല. ഞാൻ ഈ കമ്പനിക്ക് ഒരു SOP കൊടുക്കും, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. എന്നിട്ട് ഞാൻ അവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളോട് ഈ കമ്പനി പ്രവർത്തിക്കുന്ന രീതി ഞാൻ കൊടുത്ത സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ചിട്ടായിരിക്കും. അണ്ടർസ്റ്റുഡ്? അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരുപാട് കമ്പനീസ് നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കും, അൽഹംദുലില്ലാ. എന്നാൽ അവിടെയുള്ള ഇവർ കൊടുക്കുന്ന കോൺട്രാക്ട്സ് ഒക്കെ നാട്ടിലെ നിയമം അനുസരിച്ചുള്ള കോൺട്രാക്ട്സ് ആയിരിക്കും. ഇനി നാട്ടിൽ നമ്മൾ നിയമത്തിന് പുറത്താണ് നമ്മൾ ചെയ്യുന്നത്? അല്ല, നമ്മൾ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നത്. നമ്മൾ അപ്പം ഞാനിപ്പോൾ ഇത് പരസ്യമായിട്ട് ക്യാമറയിലാണല്ലോ പറയുന്നത്. നമ്മളവിടെ ഒരു നിയമത്തിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് വേറൊരു പണിയെടുക്കുക അല്ലല്ലോ. നമ്മളവിടെ നിയമവിധേയമായ കോൺട്രാക്ട്സ് ആണ്. അവിടെ നമുക്ക് ആ നിയമത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ ട്രാൻസാക്ഷനിൽ നമുക്ക് സ്വയം പാലിക്കാവുന്ന ഒരു സൂക്ഷ്മത ഉണ്ടല്ലോ. ആ സൂക്ഷ്മതകൾ നമുക്ക് പാലിക്കാം. അത് പാലിച്ചുകൊണ്ട് ഈ കോൺട്രാക്ട്സ് എന്ത് ചെയ്യാം, മുന്നോട്ട് കൊണ്ടുപോകാം. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഏതൊരു നാട്ടിലാണെങ്കിലും നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, അവിടുത്തെ റെഗുലേഷൻസ് ഉണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ട്, അതിനാണ് നമ്മൾ ദറൂറത്ത് എന്ന് പറയുക, അതായത് നിർബന്ധിത സാഹചര്യങ്ങൾ. അത് പാലിച്ച് പരമാവധി നമ്മൾ നിയമങ്ങൾ പാലിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിൽ നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ ആ സൂക്ഷ്മത ഒന്നും പാലിച്ചില്ലെങ്കിൽ നാളെ പടച്ചവനോട് നമ്മൾ ഉത്തരം പറയണ്ടേ. അതാണ് അതിലുള്ളൂ ബേസിക്കലി. അപ്പം ഇതാണ് നമ്മളതിൽ മനസ്സിലാക്കേണ്ട കാര്യം. ഇസ്ലാമിക് ബാങ്ക്സ് അവർ മനഃപൂർവ്വം ഒരു ഇസ്ലാമിക് അല്ലാത്തൊരു കാര്യം ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കണം അവർ തിങ്ക് ചെയ്യും. എന്നാൽ സംഭവിച്ചേക്കാം, തെറ്റുകൾ ഉണ്ടായേക്കാം, ക്ലാരിറ്റി കുറവുള്ള വിഷയങ്ങൾ ഉണ്ടായേക്കാം. അത് ചിലപ്പം നമ്മൾക്കറിയില്ലാത്തത് കൊണ്ടോ അതല്ലെങ്കിൽ ചിലപ്പോൾ ശരിക്കും തെറ്റന്നാവാം, ഉണ്ടാകാം. പക്ഷേ അത് വർക്ക് ചെയ്യുന്ന ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ശരിയായൊരു അടിസ്ഥാനത്തിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അതിൽ ചില കാര്യങ്ങൾ നമുക്ക് അവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്ന വിഷയങ്ങളിൽ നമ്മൾ പഠിച്ചപ്പോൾ അവിടെ പ്രശ്നമുണ്ട്, അത് നമ്മൾ അവരെ അറിയിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക, അവർക്ക് മെയിൽ ചെയ്യുക, ട്രൈ ചെയ്യുക, അവർ പരിഗണിക്കും. ഇപ്പോൾ ഞാൻ ഇതേപോലെ ഒരു ലീഡിങ് ഇസ്ലാമിക് ബാങ്ക്, അവരുടെ പരസ്യങ്ങളൊക്കെ ആദ്യം അൽഹംദുലില്ലാ നല്ല മ്യൂസിക്കൊന്നും ഉണ്ടാവാറില്ല, സ്ത്രീകളൊന്നും അങ്ങനെ പരസ്യത്തിൽ ഉണ്ടാവാറില്ല. അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് അവർ സ്പോൺസർ ചെയ്തിട്ട് നടത്തിയ ഒരു വലിയ പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ ന്യൂസിൽ വന്നപ്പം ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഭയങ്കര ഒരു ഇനി ഇസ്ലാമികം പോട്ടെ, നമ്മൾ സോഷ്യലി നമ്മൾ പാലിക്കേണ്ട കുറേ ഒരു ഇതും പാലിക്കാത്ത രൂപത്തിലുള്ള ഒരു ഇതായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ അപ്പം തന്നെ അവർക്ക് ഇത് ചെയ്തു, അവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക ചെയ്തത്. നിങ്ങൾ ഇതാ ഇനിയും ശ്രദ്ധയിൽപ്പെട്ടാൽ നിങ്ങൾ എന്ത് ചെയ്യണം, അറിയിച്ചു തരണം. നിങ്ങൾ അറിയിച്ചു തന്നതിന് വളരെ നന്ദി. ഇതിപ്പോൾ തന്നെ ഞങ്ങളിതാ ഇന്ന ബോർഡിലേക്ക് ഞങ്ങളിത് നിങ്ങൾ തന്നത് ഞങ്ങൾ കൈമാറിയിട്ടുണ്ട്, ജസാക്കല്ലാഹ് ഖൈർ. അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഒരു പോസിറ്റീവ് അപ്രോച്ചിൽ കാര്യങ്ങൾ കാണാം. ബറക്കല്ലാഹു ഫീക്കും. അതെന്താ വെച്ചാൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ ക്രെഡിറ്റ് കാർഡ്സ് ഒന്ന് നമുക്ക് ഇസ്ലാമിക് ബാങ്ക്സ് ഉള്ള നാടുകളിൽ നമ്മൾ ജീവിക്കുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് നമ്മൾ മാറണം. കാരണം വെച്ചാൽ യുദ്ധം എന്ന് പറഞ്ഞാൽ there is a ഫൈനാൻഷ്യൽ വാർ. എന്താ വെച്ചാൽ പലിശയും പലിശരഹിത വ്യവസ്ഥിതികളും തമ്മിലുള്ള ഒരു സംഘടന ശരിക്കും ഉണ്ടല്ലോ. അപ്പോൾ അതിൽ നമ്മൾ ഏത് ഭാഗത്താന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. അത് നമ്മൾ സ്വയം ചോദിക്കുക. അപ്പോൾ ഇനിയെങ്കിലും നിങ്ങൾ അത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങളും പഠിക്കുക എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. എന്നിട്ട് നിങ്ങൾക്ക് മറ്റേതാണ് കുറച്ചും കൂടി ഇസ്ലാമിക നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ എനിക്കെന്താ അതിൽ പ്രത്യേകിച്ചൊന്നും പറയില്ല. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം. ഇനി ഇതിൽ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ക്രെഡിറ്റ് കാർഡ്സ് ബാങ്കിൽ നിന്ന് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ കൃത്യമായിട്ട് പറയുന്നത് അതിൽ തന്നെ പലിശ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾ തിരിച്ചടക്കാൻ വൈകിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് കൊടുക്കണം, പലിശ കൊടുക്കണം. അപ്പോൾ അയാൾക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ലെങ്കിൽ അയാൾ ഒരിക്കലും ആവശ്യം എന്നല്ല, അത് എടുക്കേണ്ടതായ വേറെ നിർവാഹമില്ലാത്ത നിർബന്ധിത സാഹചര്യം ഇല്ലെങ്കിൽ എടുക്കാൻ തന്നെ എന്ത് ചെയ്യില്ല, പാടില്ല. എന്തിനാണ് എടുക്കുന്നത്, എന്തിനാ നമുക്ക് അതില്ലെങ്കിൽ ഇപ്പം എന്താ സംഭവിക്കാമെന്ന് ചിന്തിച്ചു നോക്കും. ഇനി അയാൾ ബിസിനസ് ആവശ്യങ്ങൾക്കും മറ്റുള്ള ആവശ്യങ്ങൾക്കും ഒരുപാട് യാത്ര ചെയ്യുന്ന ആളാണ്. അയാൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ ബുദ്ധിമുട്ടുകളെ അദ്ദേഹത്തിന് അത് കവർ ചെയ്ത് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. എന്താ കുഴപ്പം? ഇനി അത് സാധിക്കുന്നില്ല, വളരെ അത് കൂടുതൽ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെ നിർബന്ധിത സാഹചര്യം ഞാൻ ഇത്രയും വാതിലിങ്ങനെ ചുരുക്കി കൊണ്ട് കാരണം ആൾക്കാർക്ക് ഒരു വാതിലും ചെറുതായിട്ട് തുറന്നു കൊടുത്താൽ മതി, ബാക്കിയൊരു വലിച്ചു തുറന്നോളൂ.
അവിടെ ഇത് നമ്മൾ ഭയങ്കര ശ്രദ്ധിക്കേണ്ട കാര്യം ഫൈനാൻഷ്യൽ. അപ്പം അങ്ങനെ നിർബന്ധിത സാഹചര്യം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം എടുക്കാനല്ലാതെ അല്ലെങ്കിൽ നമ്മൾ എടുക്കരുത്. കാരണം അതിൽ നിങ്ങൾ കോൺട്രാക്റ്റ്, ആ കോൺട്രാക്റ്റിൽ തന്നെ എന്തുണ്ട്, പലിശ ഉണ്ട്. ഇനി നമ്മൾ പലിശ വരാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു, നിർബന്ധിത സാഹചര്യത്തിൽ എടുത്ത ഒരാളാണെങ്കിൽ എപ്പോഴും എത്രയാണോ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഉപയോഗിക്കുന്ന തുക അത് അക്കൗണ്ടിൽ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ എന്ത് വരാൻ സാധ്യതയുണ്ട്, ഇൻട്രസ്റ്റ് വരാൻ സാധ്യതയുണ്ട്. ആർക്ക്, നിർബന്ധിത സാഹചര്യത്തിൽ എടുത്ത ആൾക്ക് മാത്രം. അല്ലാതെ ആർക്കും പോയിട്ട് ക്രെഡിറ്റ് കാർഡ് എടുക്കുക, അതിന് കുഴപ്പമില്ല, അത് ഡിലേ ആവാതെ നോക്കിയാൽ മതി എന്ന് നമ്മൾ കരുതരുത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇതിൽ പലിശ വലിയൊരു ഗൗരവമുള്ള വിഷയമാണ്. عن جابر بن عبد الله رضي الله عنه عن النبي صلى الله عليه وسلم أنه قال لعن رسول الله. ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, ലഅന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകില റിബ വമൂകിലഹു വകാതിബഹു വശാഹിദി. ഞാൻ അവിടെ നിർത്തിയില്ലെങ്കിൽ കുഴപ്പമില്ല. വഖാലഹും സവാ, തിന്നുന്നവൻ, തീറ്റിക്കുന്നവൻ, സാക്ഷി നിൽക്കുന്നവൻ, എഴുതി വെക്കുന്നവൻ എല്ലാവർക്കും ശാപമുണ്ട്. പിന്നെ ആർക്കും? എന്നിട്ട് എന്ത് പറഞ്ഞു? അവരെല്ലാവരും ഒരേപോലെയാണ് പാപത്തിൽ. ഗൗരവമുള്ള വിഷയമാണ്. നമ്മളതിന്ന് പരമാവധി നമ്മൾ വിട്ടു നിൽക്കുക. അപ്പം നിങ്ങൾ ചോദിക്കുക, അപ്പോൾ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യുന്നു. അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യാൻ ട്രാൻസാക്ഷൻ നമ്മൾ നിർബന്ധിതനാണ്. നമുക്കല്ലാതെ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ് നിർബന്ധിത ദറൂറത്തിൽ പരിഗണിക്കപ്പെട്ടത്? കാരണം വെച്ചാൽ അതൊരു വ്യക്തിൻ്റെ ആവശ്യമല്ല. അൽ ഹാജത്തുൽ ആമ്മ തുനസ്സലു മൻസിലത്ത ദറൂറ എന്ന് പറഞ്ഞൊരു ഖായിദുണ്ട് ഫിഖ്ഹിൽ. അതായത് ഒരു ആവശ്യം ഒരു സമൂഹത്തിൻ്റെ ആവശ്യമായി മാറിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നിർബന്ധിത സാഹചര്യം എന്നാ പറയാം. അത് അക്കൗണ്ടില്ലാതെ നമുക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റില്ല. സാലറി പോലും വാങ്ങിക്കാൻ കഴിയില്ല. അതായത് മൊത്തത്തിൽ എല്ലാ ട്രാൻസാക്ഷൻസ് ബാങ്ക് ത്രൂവേ പറ്റുള്ളൂ എന്നുള്ളൊരു നിയമം അവിടെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ അക്കൗണ്ട് വന്നാൽ തന്നെ നമ്മൾ ആ പലിശ നമ്മൾ ഉപയോഗിക്കാനും പാടില്ല. വല്ലാഹു അലം. അസ്സലാമു അലൈക്കും. നമ്മൾ നോൺ ഇസ്ലാമിക് ബാങ്ക്സ് അല്ലെങ്കിൽ നോൺ എത്തിക്കൽ ബാങ്ക്സ് അവർ തരുന്ന ഒരു ബെനിഫിറ്റ്, വാട്ട് എവർ ബെനിഫിറ്റ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം അവരുടെ അടിസ്ഥാനം എന്താ? ഓൺലി പലിശ. വേറൊരു അടിസ്ഥാനം അവർക്കില്ല, ഒരു ബെനിഫിറ്റും. അത് ഇനി നിങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എയർപോർട്ടിൽ ലഭിക്കുന്ന ലോബിയാണെങ്കിൽ പോലും, ലോഞ്ചാണെങ്കിൽ പോലും ഇതിലുള്ള. അപ്പോൾ അത് അതേ സ്ഥാനത്ത് നിങ്ങൾക്ക് ഇസ്ലാമിക് ബാങ്ക്സിൻ്റെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. എന്താ വ്യത്യാസം? ഒന്ന് പലിശയിൽ അധിഷ്ഠിതമാണ്, ഒന്ന് കച്ചവടത്തിൽ അധിഷ്ഠിതമാണ്. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. പിന്നെ ക്രെഡിറ്റ് കാർഡ്സിൻ്റെ ഈ പോയിന്റ്സ് അത് നമുക്ക് ഇ വാലറ്റ്സിൽ അതേപോലെ ക്രെഡിറ്റ് കാർഡ്സിൽ ഇതിലൊക്കെ ഇങ്ങനത്തെ പോയിന്റ്സ് വരും. അതിൽ ഈ റിഡക്ഷൻ ലഭിക്കുന്നത് കച്ചവടക്കാരനിൽ നിന്നാണെങ്കിൽ നോ ഇഷ്യൂസ്. ലഭിക്കുന്നത് നമ്മളുടെ കാർഡ്സ് അല്ലെങ്കിൽ ബാങ്കിൽ നിന്നാണെങ്കിൽ നോട്ട് അലൗഡ്, ഇസ്ലാമിക് ബാങ്ക് അല്ലെങ്കിൽ. ഇവിടെ ഇസ്ലാമിക് എന്നുള്ള പറഞ്ഞാൽ നമുക്ക് എന്താ വെച്ചാൽ അതിലുള്ള വിഷയം എന്താ വെച്ചാൽ ഇസ്ലാം കൊണ്ട് വന്നിട്ട് എല്ലാം നിഷിദ്ധക്കല്ല. ഇസ്ലാം എല്ലാം നമുക്ക് അനുവദിച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഒഴികെ. ക്രയവിക്രയങ്ങളിൽ ഇസ്ലാമിൽ അടിസ്ഥാന നിയമം എന്താ? അൽ അസ്ലു ഫിൽ മുആമലാത്ത് അൽ ഇബാഹ. സാമ്പത്തിക ഇടപാടുകളെല്ലാം അനുവദനീയമാണ് അടിസ്ഥാനപരമായി. നിഷിദ്ധമാണ് എന്ന് പ്രമാണം വന്നത് മാത്രങ്ങൾ ഒഴിവാക്കിയാൽ മതി. അതിൽ പെട്ടതാണ് എന്ത്? പലിശ. അപ്പം നമ്മളതിൽ ശ്രദ്ധിക്കാൻ ഇൻഷാ അല്ലാഹ്. ബാറക്കല്ലാഹു. പിന്നെ നമ്മൾ അവസാനത്തെ ചോദ്യത്തിലേക്ക് കിടക്കണ സമയം ഒരുപാടായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സ്ത്രീകൾ എടുത്തുനിന്ന് കുറച്ച് ചോദ്യങ്ങൾ എഴുതി കിട്ടിയിട്ടുണ്ട്. സിൽവർ ഉപയോഗിക്കുന്ന ആളാണ്, അത് വാങ്ങുമ്പോൾ മാത്രമേ വിലയുള്ളൂ, അതിന് റീസെയിൽ വാല്യൂ ഇല്ല. അത്തരത്തിലുള്ള സിൽവർ ഓർണമെൻറ്റ്സിന് സക്കാത്ത് ഉണ്ടോ? അത് ഫാൻസി ഓർണമെൻറ്റ്സ് പോലെയാണോ കൺസിഡർ ചെയ്യേണ്ടത്? അതേപോലെ തന്നെ സ്വർണം, നിസാബെത്തിയ സ്വർണ്ണം ഒരു ഹൗല് പൂർത്തിയാകുന്നതിന് മുമ്പ് വിറ്റു എങ്കിൽ അതിൻ്റെ സക്കാത്ത് എങ്ങനെയാണ് എന്നുള്ളതാണ്. പിന്നെ മകളുടെ കല്യാണത്തിന് പിന്നെ ലോൺ എടുത്ത ആളുകൾക്ക് തിരിച്ച് സ്വർണം പണയത്തിനെടുത്ത ആളുകൾക്ക് തിരിച്ച് അത് അടക്കാൻ വേണ്ടി നമുക്ക് സക്കാത്തിൻ്റെ പൈസ കൊടുക്കാൻ പറ്റുമോ? എല്ലാം കൂടി ചോദിച്ചാലേ ഇതന്നെ എൻ്റെ തലയിൽ നിൽക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് ചോദിക്കാം.
നമുക്കിതേ അതിലേ പിന്നെ നമുക്ക് ബാക്കി ചോദ്യങ്ങളും ക്ലാരിറ്റി ഉള്ള വിഷയങ്ങളൊക്കെ നാളെ ദുബൈയിലുണ്ട്. നമ്മളെല്ലാവരും കൂടി അങ്ങോട്ട് പോവുകയാണെങ്കിൽ കുറേയൊക്കെ അവിടുന്നും കിട്ടും ഇൻഷാ അല്ലാ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം ഈ സക്കാത്ത് ഇൻഷാ അല്ലാ. അതെന്ത് ചെയ്യണം എന്നല്ലേ, എന്ത് ചെയ്യണം എന്നുള്ള ഓക്കെ ഇൻഷാ അല്ലാ. ഇതിൽ ഇദ്ദേഹം പറഞ്ഞ ആഭരണത്തിൻ്റെ സക്കാത്ത്. ഇപ്പോൾ UAE ആഭരണത്തിൻ്റെ സക്കാത്ത് പറയുമ്പം ഇവിടെ ഭയങ്കര വിഷയമെന്നാണ് കേട്ടത്. ഏതായാലും ഒന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നുകൊണ്ട് ആ ഭാഗം കൂടി പറയാം. ഉപയോഗിക്കുന്ന ആഭരണത്തിൻ്റെ സക്കാത്തുണ്ട്. പണ്ഡിതന്മാർക്കിടയിൽ ഒന്ന് വിൽപ്പന വസ്തുവോ അല്ലെങ്കിൽ ഒരാൾ വിൽക്കാൻ വേണ്ടി നിക്ഷേപം എന്ന അർത്ഥത്തിൽ, അതായത് അത് നാളെ അദ്ദേഹത്തിന് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ കൊടുത്തിട്ട് പൈസ ആക്കണം എന്ന അർത്ഥത്തിൽ വെച്ചതിനോ സക്കാത്ത് ബാധകമാണ് എന്നതിൽ എന്തില്ല, തർക്കമില്ല, എല്ലാവർക്കും ഇജ്മാ. ഉപയോഗിക്കുന്ന ആഭരണത്തിൻ്റെ വിഷയത്തിൽ സ്വഹാബാക്കൾക്കിടയിൽ പോലും എന്തുണ്ട്, ഖിലാഫുണ്ട്. ഇനി ആരുടെ ഖിലാഫ് നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. നിർബന്ധമാണ് എന്ന് പറഞ്ഞവർ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, എവിടെ മുഗ്നിയിൽ ഉമർ ഇബ്നുൽ ഖത്താബ്, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ്, അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ്, അതുപോലെ തന്നെ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ്, ഈ താബിഈങ്ങളിൽ നിന്നോ, സഈദ് ഇബ്നുൽ മുസയ്യിബ്, സഈദ് ഇബ്നു ജുബൈർ, ഇമാം ഖതാദ, ഇമാം അതാ, അതുപോലെ തന്നെ സുഫിയാനു സൗരി. ഇനി മദ്ഹബിലോ ഇമാം അബൂ ഹനീഫൻ്റെ അഭിപ്രായം എന്താ, സക്കാത്ത് കൊടുക്കുന്ന നിർബന്ധമാണ്. ഇമാം ഷാഫിഈയുടെ രണ്ട് അഭിപ്രായങ്ങളിൽ ഒന്നെന്താ, നിർബന്ധമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ അഭിപ്രായം എന്നാണ് ഇമാം നവവി രേഖപ്പെടുത്തിയത്. ഇസ്തഖാറ അല്ലാഹ ഫീഹി ശാഫിഈ വഖ്താറഹു. ഇമാം ഷാഫിഈ ഈ ഫിഖ്ഹിയായ മസലകളിൽ ഇസ്തിഖാറത്ത് നിസ്കരിക്കാൻ പറ്റുമോ എന്നുള്ള ചർച്ചയുള്ളൊരു വിഷയമാണ്. എന്നാൽ 14ഓളം മസലകളിൽ ഇമാം ഷാഫിഈ എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്തിഖാറത്ത് നിസ്കരിച്ചിട്ടുണ്ട്. കാരണം രണ്ട് തെളിവിൻ്റെയും ഒരു ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ പറ്റാത്ത രൂപത്തിൽ അങ്ങനെ ഇസ്തിഖാറത്ത് നിസ്കരിച്ച് നിർബന്ധമാണെന്നുള്ള അഭിപ്രായം തിരഞ്ഞെടുത്തു എന്ന് ഇമാം നവവി അൽ മജ്മൂഅയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചർച്ചയുള്ള വിഷയം. അപ്പോൾ ഇമാം അഹ്മദ് റഹിമഹുല്ല അദ്ദേഹത്തിൽ നിന്ന് ഒരു റിവായത്ത് നിർബന്ധമല്ല എന്നുള്ളതാണ്. മറ്റൊരു റിവായത്തും വജ്ഹുൻ ഫിൽ മദ്ഹബ്, അത് ഹംബലി മദ്ഹബിൽ റിവായത്തും അതുപോലെ വജ്ഹും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ചും കൂടി ഒരു ഫലം കിട്ടും. അങ്ങനെയുള്ള കാര്യമാണ് സക്കാത്ത് നിർബന്ധം എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു നോക്കിയാൽ ഇമാം മാലിക്കിന് സക്കാത്ത് നിർബന്ധമല്ല എന്നുള്ള അഭിപ്രായം. അപ്പോൾ നമുക്കിങ്ങനെ ഒന്ന് ബാലൻസ് നോക്കിയോ. ഇമാം അബൂ ഹനീഫ നിർബന്ധമാണ്, ഇമാം ഷാഫിഈൻ്റെ ഒരഭിപ്രായം നിർബന്ധമാണ്, ഇമാം അഹ്മദിൻ്റെ ഒരഭിപ്രായം നിർബന്ധമാണ്. ഇനി ഇപ്പുറത്തോ ഇമാം മാലിക് നിർബന്ധമല്ല എന്നുള്ള അഭിപ്രായം. അതിന് തൊട്ട് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമാം ഷാഫിഈൻ്റെ ഒരഭിപ്രായം നിർബന്ധമല്ല എന്നുള്ളത്. അതുപോലെ തന്നെ ഇമാം അഹ്മദിൽ നിന്നുള്ള ഒരു റിവായത്ത് നിർബന്ധം അല്ല എന്നുള്ളത്. രണ്ടും ഏകദേശം ബാലൻസ്ഡാണ്. ഇനി പുറത്ത് ഇമാം ഔസാഇ, അദ്ദേഹത്തിന് ഒരു മദ്ഹബുണ്ട്, മദ്ഹബുൽ ഇമാം അൽ ഔസാഇ. ഇത് ഇമാം ഷാഫിഈയെയും അബൂ ഹനീഫയൊക്കെ പോലെ അറിയപ്പെട്ട ഇമാമാണ് ആര്, ഇമാം ഔസാഇ. അദ്ദേഹത്തിൻ്റെ മദ്ഹബ് എന്താ, നിർബന്ധമാണ് എന്നുള്ളതാണ്. ളാഹിരിയ മദ്ഹബിൽ എന്താ, നിർബന്ധമാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഹദീസിലേക്ക് വരാം. അപ്പോൾ ഒരാൾ ചോദിക്കും, ഇമാം തിർമിദി പറഞ്ഞിട്ടുണ്ടല്ലോ വലം യസിഹ് അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ഹാദൽ ബാബി ഷൈഉൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉപയോഗിക്കുന്ന സ്വർണത്തിന് നിർബന്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു തെളിവും സ്വഹീഹായി വന്നിട്ടില്ല ഇമാം തിർമിദി പറഞ്ഞിട്ടുണ്ടല്ലോ. ശരിയാണ്, പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ എടുക്കുമ്പോൾ ഇമാം തിർമിദിക്ക് ലഭിച്ച, അല്ലെങ്കിൽ അദ്ദേഹം മുഹദ്ദിസാണ്, റാവിയാണ്, ആ റാവിക്ക് ലഭിച്ച സനദ് പ്രകാരം അതിൽ സ്വഹീഹായി വന്നിട്ടില്ല എന്നുള്ളത് ആരുദ്ദേശിക്കുന്നുള്ളൂ, ഇമാം തിർമിദി ഉദ്ദേശിക്കുന്നു. അല്ലാതെ വേറൊരു റുവാത്തിനും സ്വഹീഹായി കിട്ടിയിട്ടില്ല എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുന്നില്ല. അദ്ദേഹത്തിന് ലഭിച്ച റിവായത്തുകളിൽ സിഹത്തില്ല. കാരണം ഇമാം തിർമിദിക്ക് ഇപ്പം ഒരു യമനിൽ നിന്നൊരു സ്ത്രീ വന്നു, കൂടെ ഒരു കുട്ടി ഉണ്ടായിരുന്നു, കുട്ടിയുടെ വഫിയദി ഇബ്നതിഹ മസക്കത്താനി ഖലീദത്താനി മിൻ ദഹബ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. ആ കുട്ടിയുടെ കയ്യിൽ രണ്ട് കട്ടിയുള്ള വളകളുണ്ടായിരുന്നു.
ഇത് ഇമാം തിർമിദി ഉദ്ധരിച്ചു. ആ ഇമാം തിർമിദി ഉദ്ധരിച്ചതിൽ ആ സനദിൽ ഇബ്നു ലുഹൈഅ എന്ന് പറഞ്ഞ വ്യക്തിയുണ്ട്. അദ്ദേഹം ദുർബലനാണ്, ളഈഫാണ്. അതുകൊണ്ട് ഇമാം തിർമിദി അത് ളഈഫാന്ന് രേഖപ്പെടുത്തി. എന്നാൽ ഇമാം നവവി പറയാം ഇതേ കാര്യം ഇമാം അബൂദാവൂദ് ഉദ്ധരിച്ചപ്പോൾ അത് ഈ റിവായത്തിലല്ല, ഹുസൈൻ അൽ മുഅല്ലിം എന്ന് പറയുന്ന വിശ്വസ്തനായ വ്യക്തി വഴിയാണ് അവിടെ വന്നത്. അവിടെ ഇബ്നു ലുഹൈഅ ഇല്ല. ആ ഹദീസ് എന്താണ്? സ്വഹീഹാണ്. അതുകൊണ്ടാണ് ഇമാം ഷാഫിഈ പിന്നീട് തൻ്റെ അഭിപ്രായം നിർബന്ധമാണെന്ന് പറഞ്ഞത്. അപ്പം ഇതിൽ ചർച്ച ഈസി. രണ്ടാമത്തത് ഈ വിഷയം സംസാരിക്കുമ്പോൾ ഒന്ന്, ഇത് ഇൻ കേസ് നിർബന്ധമാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഇതിൽ രണ്ട് ഭാഗത്തും ശക്തമായി ചർച്ചകളുള്ളൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞ സ്വഹാബാക്കൾക്കിടയിൽ വരെ അഭിപ്രായത്തിൽ നിർബന്ധമാണെങ്കിൽ ഞാനതിൽ മനസ്സിലാക്കുന്ന എൻ്റെ ഒരു ഉത്തരവാദിത്വം എന്നുള്ള അർത്ഥത്തിൽ പാവപ്പെട്ട സഹോദരങ്ങളുടെ അവകാശത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്കതിലൊന്നും കിട്ടാനില്ല. രണ്ടാമത്തത്, ഇത് മദ്ഹബിൻ്റെ ഇമാമിങ്ങളെപ്പോലും പരിഗണിക്കാതെ സ്വന്തമായി ഇജ്തിഹാദ് നടത്തുന്നവർ എന്നൊക്കെ പറഞ്ഞ ചില ആൾക്കാർ. ആര് ഇജ്തിഹാദ് നടത്തി? നമ്മൾ ഏത് വിഷയത്ത് പറയുമ്പോൾ ഇമാമിങ്ങളും അതുപോലെ തന്നെ മുൻഗാമികളും. അതുകൊണ്ടാണ് സലഫി എന്ന് പറഞ്ഞാൽ തന്നെ സലഫുകളെ പിൻപറ്റുന്നവൻ എന്നാണ്, അല്ലാതെ സ്വന്തമായി ഇജ്തിഹാദ് നടത്തിയ അഭിപ്രായം പറയുന്നവരെന്നല്ല. മുൻഗാമികളായ ഇമാമിങ്ങൾ ഈ വിഷയത്ത് പറഞ്ഞിട്ടുള്ള അഭിപ്രായങ്ങൾ എടുത്തുദ്ധരിച്ച് തന്നെയാണ് നമ്മളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ നമ്മളെ സ്വന്തമായ അഭിപ്രായമല്ല ഈ സക്കാത്ത് നിർബന്ധം എന്നുള്ള അഭിപ്രായം. ഇനി അതിലുള്ള ഈ തെളിവുകളുടെ വിഷയത്തിൽ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല അദ്ദേഹം ഈ ഹദീസ് മൊത്തം ദുർബലാക്കിയിട്ടുണ്ട്. ഇല്ല, ഈ യമനിൽ നിന്ന് വന്ന ഈ സംഭവത്തിൻ്റെ ഈ ഹദീസ് അദ്ദേഹം സ്വഹീഹാക്കിയ ഹദീസാണ്. അതേപോലെ തന്നെ ആയിഷ ബിയുടെ വഫിയദി, പിന്നെ ആയിഷ ബി ദഖല അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫിയദി ഫതഖാതു മിൻ വരിഖിൻ എന്ന് പറഞ്ഞ ഹദീസ്, ആ ഹദീസ് ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല സ്വീകാര്യോഗ്യമായ ഹദീസാണ്, രേഖപ്പെടുത്തിയ ഹദീസാണ്. അതിൻ്റെ ഏതെങ്കിലും ഒരു സനദ് ദുർബല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ദുർബല എന്നർത്ഥം. അങ്ങനെ ഒരു ഹദീസ് നിദാന ശാസ്ത്രം നമുക്കാർക്കും അറിയില്ല. അപ്പോൾ അതിൻ്റെ ആ സനദിനെ കുറിച്ചാണ് അത് ദുർബല എന്ന് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടോ. പക്ഷെ അതേ സ്ഥാനത്ത് അത് സ്വഹീഹായ സനദിലൂടെ വന്നാൽ അത് സ്വീകാര്യോഗ്യമാണ്. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ഇതിൽ ബേസിക് ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ സകാത്തുൽ ഹുലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്, ചെറിയ കുത്തൈബ. അതിൽ അദ്ദേഹം പറയുന്നത് ഇപ്പോൾ വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദ എന്നുള്ള ആ ആയത്തിൽ ദഹബിനും ഫിദ്ദത്തിനും സക്കാത്ത് ബാധകം, മറ്റു ലോഹങ്ങളെ പോലല്ല. അപ്പോൾ പറഞ്ഞ് പ്ലാറ്റിനം, വലിയ പ്ലാറ്റിനുള്ള ആഭരണം ധരിച്ചാൽ അതിന് പ്ലാറ്റിനം സക്കാത്ത് ബാധകമാകുന്ന ഒരു ലോഹമല്ല. അത് കച്ചവടത്തിനുള്ളതാണെങ്കിൽ ബാധകമാവും. പക്ഷെ സ്വർണ്ണം അങ്ങനെയല്ല. അതാ രണ്ടും നമ്മളെ വ്യത്യാസം. സ്വർണ്ണം ഒരു ലോഹമായിട്ട് ഒരാൾ പെരയിൽ കൊണ്ടുപോയി വെച്ചാലും അതിനെന്ത് ബാധകമാവും? നിസാബുണ്ട്, സക്കാത്ത് ബാധകമാവും. ആഭരണം അല്ല എന്ന് വിചാരിക്കുക, ഒരു സ്വർണത്തിൻ്റെ കട്ട, എന്നാലും ഒരാൾ ഇരുമ്പിൻ്റെ ഒരു കട്ട ഉണ്ടായിച്ചാൽ അതിന് സക്കാത്ത് ബാധകമാവും. ഇതെങ്ങനെ കമ്പയർ ചെയ്യുന്നത്? സ്വർണം വെള്ളി ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്, രണ്ടും വ്യത്യസ്തമാണ്. സ്വർണം വെള്ളിയും നാണയ ഗണത്തിൽ പെടുന്നത്. ഹുലിഖത്ത അസ്മാൻ എന്ന് വരെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആളുകൾക്കിടയിൽ ഒരു പടച്ചോനൊരു വില, അല്ലെങ്കിൽ എന്താ ഈ മഞ്ഞ കളറിന് എന്താ വ്യത്യാസം? ആളുകൾക്കിടയിൽ അതിന് എന്തുണ്ട്? ഒരു വില, വാല്യൂ പടച്ചോൻ അവരെ സൃഷ്ടിച്ചപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ ഉപയോഗിക്കുന്ന ആഭരണവുമായി ബന്ധപ്പെട്ട് അതിൽ നമ്മൾ മനസ്സിലാക്കണം. പൊതുവിൽ സ്വർണത്തിനും വെള്ളിക്കും സക്കാത്ത് നിർബന്ധമാണ് എന്ന് ഹദീസിലും വന്നിട്ടുണ്ട്, ആയത്തിലും വന്നിട്ടുണ്ട്. പിന്നെന്തു വരണം? ഇനി ആഭരണങ്ങൾ അതിൽ നിന്ന് ഒഴിവാണ് എന്നതിന് തെളിവ് വരണം. അങ്ങനെ വന്ന തെളിവൊന്നും നമുക്ക് എടുത്തു നോക്കാം. എന്നാൽ പിന്നെ അങ്ങനെ വന്ന തെളിവിനൊന്ന് പരിശോധിക്കാം. ഇവിടെ ഈ നിർബന്ധം എന്ന് വന്ന തെളിവ് ഞാൻ അതിൻ്റെ ഏതെങ്കിലും ഒരു ത്വരീഖ് ദുർബലാണെങ്കിൽ തന്നെ മൊത്തം ദുർബലാക്കാണ്. എന്നാൽ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ലാ സകാത്ത ഫിൽ ഹുലിയ്യി എന്ന് പറയുന്ന ഹദീസ്, ഇമാം നവവി എന്താ ഹദീസിനെ കുറിച്ച് പറഞ്ഞത്? ഹദീസുൻ ബാത്തിലുൻ, ബാത്തിലായ ഹദീസാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് നമ്മളിങ്ങനെ ചർച്ച ചെയ്യും, ഒരുപാട് നമുക്ക് ചർച്ച ചെയ്യാണ്ട്, ഇതിൽ കിതാബും തന്നെ നമുക്ക് ചർച്ച ചെയ്യാണ്ട്. അപ്പോൾ ഇതിൽ ഉള്ള വിഷയം എന്താ വെച്ചാൽ സ്പഷ്ടമായൊരു തെളിവ് അതിന് ആഭരണത്തിന് ബാധകമല്ല എന്ന് വന്നിട്ടില്ല. എന്നാൽ കൂടുതൽ ഫലം വന്നിട്ടുള്ളത് നിർബന്ധമാണെന്നുള്ളതിന് തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കൊടുക്കാതിരിക്കാം. നമുക്കിത് എനിക്കിപ്പോൾ നിങ്ങൾ കൊടുത്ത് എനിക്ക് പ്രത്യേകിച്ചൊന്നും എനിക്ക് അതിൽ കിട്ടാനും പോകുന്നില്ല, ഒന്നുമില്ല. നമ്മൾ ശറഈയായ നിയമം പറയുമ്പോൾ നമ്മൾ പടച്ചവനോട് വല്ലാഹു ആലം, നമ്മൾ മനസ്സിലാക്കിയതാണ് പറയുന്നത്. വല്ലാഹു ആലം, പടച്ചവനാണ് അറിയാം. നമ്മൾ എല്ലാം അറിയുന്നവരോ ഒന്നുമല്ല, തെറ്റുണ്ടെങ്കിൽ പടച്ചവൻ പുറത്തിരട്ടെ. പക്ഷേ ശറഈയായ നിലക്ക് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കിയത്
അതിന് ബാധകമാണ് എന്നുള്ളിടത്തേക്കാണ് മുൻതൂക്കം കാണുന്നത്. കാരണം ഇനി ബാധക അല്ല എന്ന് പറഞ്ഞ സ്വഹാബാക്കളിൽപ്പെട്ടത് അബ്ദുല്ലാഹിബിൻ ഉമർ. കാരണം അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താ വെച്ചാൽ സ്വർണത്തിൻ്റെ സക്കാത്ത് എന്ന് പറയുന്നത് അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കല എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. ആ അഭിപ്രായത്തെ ബാധകമല്ല എന്നല്ല, അത് മറ്റുള്ളവർക്ക് ഉപയോഗിക്കാൻ കൊടുക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ബാധകമല്ല എന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ബാധകമാണ് എന്നുള്ള ഹദീസും വന്നിട്ടുണ്ട്. അതാണ് നേരെ കയ്യിൽ മോതിരം ധരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു എന്ന് പറയുന്ന ഹദീസ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല അല്ല കാരണം എന്താ വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ ചോദ്യം മറ്റുള്ളവരോട് ചോദിച്ചിട്ടുണ്ടല്ലോ. ഈ യമനിൽ നിന്ന് വന്ന സ്ത്രീ ഉമ്മുൽ മുഅ്മിനീനാണോ? അല്ലല്ലോ. അവരോട് ചോദിച്ചിട്ടില്ലെങ്കിൽ തുഅതീന സക്കാത്ത, അതിൻ്റെ ജക്കാത്ത് നീ കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഒരിക്കലും ഖാസല്ല. മാത്രമല്ല ജക്കാത്ത് കൊടുക്കുക എന്നുള്ളത് എല്ലാവർക്കും ബാധകമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ ഇന്നാക്ക് ബാധകം ഇന്നാക്ക് ബാധകമല്ല, വ്യക്തികളെ നിശ്ചയിച്ചിട്ടല്ലോ ജക്കാത്ത്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കി ഇനി സ്വർണത്തിനും വെള്ളിക്കും ജക്കാത്ത് ബാധകമല്ല. റിബ പലിശ പരിഗണിക്കുന്നിടത്ത് ഈ സ്വർണത്തിനും വെള്ളിക്കും പലിശയുടെ വേറെ കുറേ നിയമങ്ങളുണ്ട്. അദ്ദഹബു ബിദ്ദഹബ് വൽ ഫിദ്ദത്തു ബിൽ ഫിദ്ദ പറയുന്ന നിയമങ്ങൾ, അതൊക്കെ ആഭരണത്തിനും ബാധകമാണ്, അതേപോലെ നാണയത്തിനും ബാധകമാണ്. അത് റിബയിൽ ബാധകമാണ്, ജക്കാത്തിൽ ബാധകമാവില്ല എന്ന് എങ്ങനെയാണ് വേർതിരിക്കുന്നത്? അല്ലാഹു ആലം. അപ്പം ഞാൻ പറയുന്നത് നമുക്കിതിൽ രണ്ടഭിപ്രായം ഉണ്ട്. ശരിയാണ്, ഒരാൾക്ക് പ്രമാണത്തോട് യോജിച്ച് നിൽക്കുന്ന അഭിപ്രായം കൊടുക്കണ്ട എന്നാണ് അയാളുടെ നിലപാടെങ്കിൽ ആയിക്കോട്ടെ, അയാൾ കൊടുക്കുന്നത് നമ്മളെന്തെങ്കിലും കുറ്റം പറയുന്നുണ്ടോ? ഒന്നും പറയുന്നില്ല. പക്ഷേ നിർബന്ധമാണ് എന്ന അഭിപ്രായം ഒരു അടിസ്ഥാനമില്ലാത്ത എന്നുള്ള രൂപത്തിൽ ആരും പറയരുത്. ഇനി ഇതിൽ വെള്ളിക്ക് റീസെയിൽ വെള്ളിക്ക് നിങ്ങൾ എപ്പോഴും അതിൻ്റെ വാല്യൂ ഉണ്ട്. അതിപ്പോൾ ഓരോ ലോഹത്തിനും വെള്ളി നിങ്ങളിപ്പം വാല്യൂ ഇല്ല എന്ന് വിചാരിച്ചോ, 595 ഗ്രാം, 1/2 കിലോ വെള്ളി ഒരാളുടെ കയ്യിലുണ്ടെങ്കിലാണ് വെള്ളിക്ക് എന്തെത്തുള്ളൂ, നിസാബത്തുള്ളൂ. 595 ഗ്രാം. ഇനി സ്വർണ്ണമാണെങ്കിൽ 85 ഗ്രാം. ഇത് എവിടുന്ന പത്രപാവം വന്നത്? നമ്മൾ ഇനി മനസ്സിലാക്കി പോയാൽ മതി, എന്നാൽ പ്രശ്നം വരില്ല. പത്രപാവം എവിടുന്ന വന്നതെന്ന് 85 ഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടുന്ന വന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൈസ അലൈക ശൈഉൻ ഹത്താ യകൂന ലക 20 ദീനാറൻ. നിന്റെ കൈവശം 20 സ്വർണ്ണ നാണയം തികയാതെ നിനക്ക് സ്വർണത്തിൽ ഒന്നും ബാധകമാകുകയില്ല. നിന്റെ കൈവശം 200 സ്വർണ്ണ നാണം ഉണ്ടാകുകയും വഹാല അലൈഹൽ ഹൗലു, അതിന് ഹൗല് പൂർത്തിയാകുകയും ചെയ്താലേ എന്ത് ബാധകമുള്ളൂ? സക്കാത്ത് ബാധകമുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം തിർമിദി ഉദ്ധരിച്ച ഹദീസാണ്. ഞാൻ ഇമാം ബുഖാരിയോട് ആ ഹദീസിനെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ആ ഹദീസ് സ്വഹീഹാണ് എന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഇമാം തിർമിദി റഹിമഹുല്ലാഹ് പറഞ്ഞ ഹദീസാണ്. ഈ 20 സ്വർണ്ണ നാണയം എന്ന് പറഞ്ഞാൽ ഒരു സ്വർണ്ണ നാണയത്തിൻ്റെ തൂക്കാണ് 4.25 ഗ്രാം. 4.25 ഗ്രാം ഗുണിക്കണം 20, അതാണ് 85 ഗ്രാം. 84 ഗ്രാമാണ് എന്ത് 10.5 പവൻ എന്ന് പറയുന്നത്. 1 ഗ്രാമിൻ്റെ വ്യത്യാസമുള്ളൂ. അതുകൊണ്ടാണ് നാട്ടിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും എന്താ 85 ഗ്രാം എന്നാണ്. അത് അതിൻ്റെ ക്യാരറ്റുകൾ മാറുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ അളവ് മാറും. ഇത് തനി തങ്കത്തിൻ്റെ ആണ് പറയുന്നത് 85 ഗ്രാം. അപ്പം അതിൻ്റെ ക്യാരറ്റ് കുറയുന്നതിനനുസരിച്ചിട്ട് മാറും. അത് ഫിഖുസുന്നൽ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ എഴുതിയിട്ടുണ്ട്, അതിൽ പോയിട്ട് വായിച്ചാൽ മതി. അപ്പം ഇതിൽ വാല്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സക്കാത്ത് കൊടുക്കുമ്പം വാല്യൂ കുറഞ്ഞ നിങ്ങൾ ആ തൂക്കത്തിന് അതിൻ്റെ 2% ആണല്ലോ. അപ്പോൾ വെള്ളിക്ക് എത്രയാണോ വാല്യൂ ഉള്ളത് അല്ല നിങ്ങൾ കൊടുക്കുന്നുള്ളൂ. വാല്യൂ കുറഞ്ഞ നിങ്ങൾ കൊടുക്കേണ്ട പൈസയും കുറയുന്നില്ലേ? അത് വെള്ളി നമ്മൾ തൂക്കി നോക്കിയപ്പം ഈ നിസാബിൻ്റെ മുകളിലുണ്ട്. ടോട്ടൽ വെള്ളിക്ക് എത്രയാണോ അപ്പോഴുള്ള വില അതിൻ്റെ 2% നിങ്ങൾ കൊടുക്കുന്നുള്ളൂ. വാല്യൂ കൂടി അവിടെ കൊടുക്കുന്ന സംഖ്യ കൂടും, വാല്യൂ കുറഞ്ഞു കൊടുക്കുന്ന സംഖ്യയും കുറയും. വാല്യൂറ്റ് അതിനൊരു ബന്ധമില്ല. സ്വർണത്തിലും വെള്ളിയിലും വസൻ തൂക്കമാണ് നിസാബ്. തൂക്കം. കാരണം എന്താ, ഞാൻ നിങ്ങൾക്ക് അളക്കാൻ വേണ്ടിയിട്ടൊരു സാധനം തരികയാണെങ്കിൽ ഇപ്പോൾ അബുദാബിയിലെ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്ററും അത് ദുബായിലെത്തുമ്പോൾ 150 സെൻറ്റിമീറ്ററും ആണെങ്കിൽ പിന്നെ ഞാൻ അളക്കാൻ 1 മീറ്റർ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. എന്ത് പറയേണ്ടി വരും? അബുദാബിത്തെ 1 മീറ്റർ അല്ലെങ്കിൽ ദുബായിത്തെ 1 മീറ്റർ എന്ന് പറയേണ്ടി വരും. ശരിയല്ലേ? നബി അന്നത്തെ കാലത്ത് ഒരു വാല്യൂ ആയിട്ടാണ് പറഞ്ഞു തന്നതെന്നുണ്ടെങ്കിൽ ഇത് വാല്യൂ മാറുന്നൊരു സാധനത്തിൻ്റെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കൂലേ? അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് പറഞ്ഞത്? മിസ്കാൽ, തൂക്കം കറക്റ്റ്. ആ തൂക്കം ഖിയാമത്ത് നാൾ വരെ ഈ തൂക്കം മാറാൻ പോകുന്നില്ല. തൂക്കം എത്ര കാലം വന്നാലും ഈ ഗ്രാം എന്ത് ചെയ്യില്ല,
തൂക്കമാർ അടക്കമുള്ള ഒരു സാധനമാണ് നിസാബ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ നിസാബ് എന്ത് ചെയ്യില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കാലത്തിനനുസരിച്ച് മാറില്ല. അത് എത്ര മൂല്യം കൂടിയാലും കുറഞ്ഞാലും അത് തൂക്കമാണ്. അല്ലാഹു തആല ആലം. അസ്സലാമു അലൈക്കും. പിന്നെ നമ്മളെ സമയം ഒരുപാടായിട്ടുണ്ട്, നമുക്ക് അനുവദിച്ച സമയം കഴിഞ്ഞിട്ടുണ്ട്. ക്ലാസ്സുകൾ ഇനിയും നടക്കണം. അപ്പോൾ നമുക്ക് ഈ രാജ്യം വെച്ച് നീട്ടുന്ന നിയമം നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ നമുക്ക് ബാക്കി ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ദുബായിൽ നാളെ വൈകുന്നേരം അവസരമുണ്ട്. ആ യാത്ര ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ക്ലിയർ ആവുകയാണെങ്കിൽ സ്വർഗത്തിലേക്കുള്ള യാത്രയും ആയിരിക്കും എന്നുള്ളതാണ്. അറിവ് അന്വേഷിച്ചുകൊണ്ട് നമ്മൾ എവിടെയും പോകണം, അത് കിട്ടുന്നിടത്തേക്ക് എത്തിപ്പെടുക എന്നുള്ളതാണ്. അപ്പോൾ ആ നിലയ്ക്ക് നമ്മളതിനെ നോക്കിക്കാണാം. പിന്നെ സക്കാത്തുമായി ബന്ധപ്പെട്ട് അൽഹംദുലില്ലാഹ് ഇവിടെ വർഷങ്ങളായി ഇവിടെ നമ്മൾ ഒരുമിച്ച് സക്കാത്ത്, സംഘടിത സക്കാത്ത് ഇവിടെ നിർവഹിക്കുന്നുണ്ട്. അതിൻ്റെ അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെ എത്തിച്ചു കൊടുക്കുന്നതിൽ അൽഹംദുലില്ലാഹ് വളരെയധികം കണിശത പുലർത്തിയിട്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ സക്കാത്ത് വളരെ വേണ്ടപ്പെട്ടവർക്ക് കൊടുക്കേണ്ടതുണ്ടാകും. പ്ലസ് കൂടെ നമ്മളൊരു വിഹിതം ഇവിടെ ഏൽപ്പിക്കുകയാണ് എങ്കിൽ നമ്മളാൽ കഴിയുന്ന രീതിയിൽ പല കുടുംബങ്ങളെയും അത് സഹായിക്കാൻ അത് കാരണമാകും എന്നുള്ളത് പ്രത്യേകം നമ്മൾ ഓർമ്മപ്പെടുത്തുക. പിന്നെ ഇവിടെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഈ സെഷൻ കൈകാര്യം ചെയ്യുക PN അബ്ദുറഹ്മാൻ അവറുകൾക്ക് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവരും ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ ദുബായിലേക്ക് നിയ്യത്താക്കിയിട്ട് പിന്നെ നമ്മൾ ഇതാക്കുക. അതേപോലെ തന്നെ പോകാൻ ആഗ്രഹിക്കുന്നവരുടെ പേര് കൊടുത്താൽ ഇവിടുന്ന് ബസ് അറേഞ്ച്മെൻറ്റ് ചെയ്യും. പിന്നെ കൂടുതൽ നമുക്ക് അറിയണമെങ്കിൽ fiqhusunna.com എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട് മൂപ്പരുടെ. അപ്പോൾ അതിൽ കയറിയിട്ട് നമുക്ക് ചോദിക്കാം. അതേപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ വീഡിയോകൾ ഫിഖ്ഹുസുന്ന എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. അതിലൊക്കെ നമുക്ക് നമ്മുടെ പല സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അതിലുണ്ട്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകട്ടെ. ഈ മാർഗത്തിൽ കൂടുതൽ സേവനം അനുഷ്ഠിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക് നശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത വനസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.